അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധനതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ ഈ ചാനലിലൂടെ ഇതിനോടകം അനേക പ്രിയപ്പെട്ടവരുടെ ജീവിത അനുഭവങ്ങളും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അത് അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നറിയുവാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ചാനലിലൂടെ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും ശുശ്രൂഷയുടെയും വേറിട്ട അനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ വിവിധ സാഹചര്യങ്ങളിൽ ആരാലും അറിയപ്പെടാതെ കഴിയുന്ന കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന പ്രിയപ്പെട്ടവരെ പ്രേക്ഷകരുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്നത് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ തോമസ് വർഗീസ് അവറുകൾ മല്ലപ്പള്ളിയിൽ നിന്നും ആമേനെ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ ബിനു എന്ന പേരോടുകൂടിയും അദ്ദേഹത്തെ അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവം പ്രേക്ഷകർക്ക് വലിയ അനുഗ്രഹമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ദൈവം കൊടുത്ത അത്ഭുത വിടുതലിന്റെ അത്ഭുതകരമായ ചില സാക്ഷ്യമാണ് ഇന്ന് നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നത്. ആകയാൽ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നമുക്ക് കേൾക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഈ സാക്ഷ്യം ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനോട് നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഈ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കുക. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ തോമസ് വർഗീസ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് ക്ഷണിച്ചുകൊള്ളും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അരോമ ടിവിയിൽ കൂടെ എൻ്റെ അനുഭവ സാക്ഷ്യം ശ്രദ്ധിക്കുന്ന അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ക്രമീകരിച്ചു തന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവരോടുള്ള എൻ്റെ സ്നേഹവും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുന്നു. ഞാൻ പലപ്പോഴും ഈ അരോമ ടി വിയിൽ കൂടെ പലരുടെയും സാക്ഷ്യങ്ങൾ കേൾക്കാനായിട്ടിടയായി തീർന്നിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രോഗ്രാം അരോമ ടി വിയിൽ കൂടെ നടത്തുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് പിന്നെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് അനേകർക്ക് ആത്മരക്ഷയ്ക്കും അനേകരുടെ വിടുതലിനും കാരണമായി തീരട്ടെ. നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാനായിട്ട് അനേകരെ പ്രാപ്തരാകട്ടെ എന്നും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എന്നെ ഒന്ന് പരിചയപ്പെടുത്തി എന്നെ ദൈവം നടത്തിയതായ വിധങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാനായിട്ട് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് തോമസ് വർഗീസ് എന്നാണ്. എന്നെ അറിയപ്പെടുന്നത് ബിനു പാസ്റ്റർ, മല്ലപ്പള്ളി ബിനു പാസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്. എനിക്ക് മാതാവ്, പിതാവ്, 2 സഹോദരങ്ങൾ ഉണ്ട്. എൻ്റെ പിതാവിൻ്റെ പേര് പി ഇ വർഗീസ്, മാതാവിൻ്റെ പേര് ഏലിയാമ്മ വർഗീസ്. അതുപോലെ സഹോദരങ്ങൾ ജോബ് വർഗീസ്, ജോൺ വർഗീസ്. അവരെല്ലാം കുടുംബമായിട്ട് കർത്താവിനെ സേവിക്കുന്നു. എനിക്ക് ഭാര്യയും 2 ആൺമക്കളുമാണ് ഉള്ളത്. മൂത്ത മകൻ ഫിസിയോതെറാപ്പി 4th ഇയറിന് ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇളയ മകൻ ഫിലമോൻ തോമസ് BSc 3rd ഇയറിന് തുരുത്തിക്കാട് BAM കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജനനമെന്ന് പറയുന്നത്, ഞാൻ ഒരു ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ മാതാപിതാക്കൾ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ജീവിച്ചവരായിരുന്നതുകൊണ്ട് എൻ്റെ കുടുംബത്തിലോ മറ്റ് എങ്ങും ഒരു പെന്തക്കോസ് അനുഭവത്തിൽ ആരുമില്ലായിരുന്നു. അങ്ങനെ ആയിരിക്കുന്നതായ ആ കാലഘട്ടത്തിൽ എൻ്റെ മാതാവും പിതാവും ഞങ്ങൾ മക്കളും നിരന്തരം രോഗികളായിട്ട് മാറ്റപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു.
ഒരാളെ കൊണ്ട് ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ വന്നാൽ അടുത്ത ദിവസം മറ്റൊരാളെയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എൻ്റെ പിതാവിൻ്റെ ഒരു കൂട്ടുകാരൻ, ഒരു സ്നേഹിതൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു, മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളിക്കടുത്തുള്ള ഒരു വീട്ടിൽ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്, ഒന്ന് പോയി സംബന്ധിച്ചാൽ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോകുവാനായിട്ടുള്ള ആഗ്രഹത്തോടെ ആയിരിക്കുന്നതായ സമയത്ത് അന്ന് ഞാനൊരു കൊച്ചു കുഞ്ഞാണ്, ഒരു 4 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ. 1978 ഈ സംഭവം നടക്കുന്നത്. എനിക്ക് അന്ന് 4 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കടുത്ത പനിയായിട്ട് എൻ്റെ മാതാപിതാക്കൾ എന്നെ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു, മരുന്നൊക്കെ മേടിച്ചു. മരുന്ന് മേടിച്ചിട്ട് നേരെ ഈ പ്രാർത്ഥന നടക്കുന്ന വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് മരുന്ന് തന്നിട്ടില്ല. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ പാസ്റ്ററുണ്ട്, ആദ്യമായിട്ട് കാണുകയാണ്. ഈ പാസ്റ്റർ വിവരങ്ങൾ ചോദിച്ച്, എൻ്റെ മാതാപിതാക്കളോട് വിവരങ്ങൾ ചോദിച്ചിട്ട് എന്നെ അദ്ദേഹം കയ്യിൽ വാങ്ങിച്ച് അല്പ ദൂരം മാറി നിന്ന് അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നെ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചു. കടുത്ത പനിയായിട്ട് മരുന്ന് കഴിച്ചിട്ടില്ല. എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ഈ ദൈവദാസനെ കയ്യിലേൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ച് അദ്ദേഹം തിരിച്ച് നൽകിയപ്പോൾ പനി പൂർണ്ണമായും മാറി. അന്ന് ഒരു കല്ലുമല ദൈവസഭയുടെ ഒരു കൂട്ടായ്മയായിരുന്നു അത്. അന്ന് അവിടെ ശുശ്രൂഷിക്കുന്നത് പാസ്റ്റർ PM എബ്രഹാം, അല്ലെങ്കിൽ ഞങ്ങൾ റാന്നി കുഞ്ഞുമൻചാൻ എന്നറിയപ്പെടുന്ന കർത്തൃദാസനായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ച് എൻ്റെ മാതാപിതാക്കളുടെ കയ്യിൽ എന്നെ ഏൽപ്പിക്കുമ്പോൾ പരിപൂർണമായി പനി വിട്ടുമാറി. ഇത് എൻ്റെ മാതാപിതാക്കൾക്ക് വിശ്വാസം വർദ്ധിക്കുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ തുടർന്ന് അങ്ങനെ എന്നെയും കൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് പൂർണ്ണമായി പനി മാറി. അവരുടെ ആ വിശ്വാസം നിമിത്തം അന്ന് അവർ ആ മരുന്ന് പോയ വഴിക്ക് തന്നെ എടുത്തെറിഞ്ഞ് ആണ് വീട്ടിലേക്ക് പോയത്. തുടർന്നുള്ള കാലഘട്ടങ്ങളിലൊന്നും മരുന്ന് ഉപയോഗിക്കുകയോ ചികിത്സിക്കുകയോ ഒന്നും ചെയ്യാതെ കർത്താവിൽ തന്നെ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ഇവർ വീട്ടിൽ ചെന്നു. അപ്പോൾ തുടർന്നുള്ളതായ മീറ്റിങ്ങുകളിൽ ഇവർ സംബന്ധിക്കാനിടയായി തീർന്നു. അങ്ങനെ തുടർമാനമായിട്ടുള്ളതായ പ്രാർത്ഥനയിലും കൂടിവരവിലും ദൈവവചനം കേൾക്കുകയും പ്രിയപ്പെട്ടവർ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം എൻ്റെ മാതാവ് എൻ്റെ പിതാവിനോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാനായിട്ട് തീരുമാനമെടുത്തു, അച്ചായൻ എന്തു പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, നീ അങ്ങനെ ഒരു തീരുമാനമെടുത്തെങ്കിൽ നീ അത് ചെയ്തു, എനിക്ക് തടസ്സമൊന്നുമില്ല എന്ന് പറയാനിടയായി തന്നു. അങ്ങനെ ആ കാലഘട്ടങ്ങൾ എന്ന് പറയുന്ന 1978 കാലഘട്ടം ഞങ്ങളുടെ സഭയിലും ഭയങ്കരമായ ആത്മാക്കളുടെ ഒരു ഒഴുക്ക് നടക്കുന്ന ഒരു സമയമായിരുന്നു. എല്ലാ ഞായറാഴ്ചകളും മിക്ക ഞായറാഴ്ചകളിലും സ്നാനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ മാതാവ് സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്തു. രാവിലെ സ്നാനത്തിന് വേണ്ടി സ്നാനക്കടവിലേക്ക് കടന്നുപോയി. എൻ്റെ പിതാവ് ഒന്നും പറഞ്ഞില്ല, സ്നാനപ്പെടുന്ന കാര്യം ഒന്നും പറഞ്ഞില്ല. പക്ഷേ അമ്മ സ്നാനപ്പെടുവാൻ കടവിൽ ചെന്നപ്പോൾ എൻ്റെ പിതാവും അമ്മയുടെ കൂടെ കടവിൽ ചെല്ലുകയും അവരൊന്നിച്ച് സ്നാനപ്പെട്ട് ഭവനത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ തുടർന്ന് കർത്താവിനെ അറിഞ്ഞ സത്യത്തിന് വേണ്ടി സേവിച്ച് മുമ്പോട്ട് പോകുന്ന സമയത്ത് എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ മാതാവിൻ്റെ വീട്ടുകാരെല്ലാം കത്തോലിക്കരാണ്. എൻ്റെ പിതാവിൻ്റെ വീട്ടുകാർ ഓർത്തഡോക്സുകാരും അപ്പോൾ തന്നെ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലുള്ള പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ വേർപാടെന്നുള്ള വിഷയത്തിൽ വളരെ ശക്തമായി നിലനിന്നു. അടിയന്തരങ്ങൾ, മാമോദീസ, 28 കെട്ട്, അങ്ങനെയുള്ള ഒരു ചടങ്ങുകൾക്കും വിളിച്ചാൽ പോകത്തില്ല. അവരോട് കാര്യങ്ങൾ പറയും. ഞായറാഴ്ച കല്യാണങ്ങൾക്ക് പോവുകയില്ല. എൻ്റെ പിതാവ് ഒരു കർക്കശക്കാരനാ, ആര് വന്ന് വിളിച്ചാലും പറയും ഞായറാഴ്ച കല്യാണത്തിന് ഞങ്ങൾ വരത്തില്ല, ഞങ്ങളുടെ പ്രമാണം അതിനനുസരിച്ച് അനുവദിക്കുന്നില്ല എന്ന് പറയുവാനായിട്ടിടയത്. അങ്ങനെ ഞായറാഴ്ചയുള്ള കല്യാണങ്ങൾക്ക് പോവുകയില്ല. അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ മനസ്സിലായി ഞങ്ങളെ ഞായറാഴ്ച കിട്ടത്തില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ ഏതെങ്കിലും ഒന്ന് ഉറപ്പ്, അല്ലെങ്കിൽ കല്യാണം ഏതെങ്കിലും ഒന്ന് അവർ ഞായറാഴ്ച ഒഴികെ ഇടദിവസങ്ങളിൽ വെക്കും. അങ്ങനെ ഞങ്ങളെ സംബന്ധിപ്പിക്കും.
അങ്ങനെ ആയിരിക്കുന്നതായ ഒരു സന്ദർഭത്തിൽ എൻ്റെ എൻ്റെ അമ്മാച്ചൻ എന്ന് പറഞ്ഞാൽ മൂത്തമ്മാച്ചൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഇളയതാണ്. ഈ അമ്മാച്ചൻ മണ്ടമ്മേട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണത്തിൻ്റെ വാക്ക് പറയുന്നതായ സമയത്ത് അവർ ഞായറാഴ്ച രണ്ടും ഉറപ്പും കല്യാണം എല്ലാം ഞായറാഴ്ച ക്രമീകരിച്ചു. അപ്പോഴാണ് എൻ്റെ അമ്മാച്ചൻ്റെ ചിന്തയിൽ വന്നത്, എൻ്റെ പെങ്ങള് മല്ലപ്പള്ളിയിലുള്ള പെങ്ങള് പിള്ളേരും ഞായറാഴ്ച ആയതുകൊണ്ട് വരത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ സമക്ഷത്ത് അദ്ദേഹം എഴുന്നേറ്റെന്ന് പറഞ്ഞു, എൻ്റെ മല്ലപ്പള്ളിയുള്ളൊരു പെങ്ങളുണ്ട്, അവർ പെന്തക്കോസ് കൂട്ടായ്മയിൽ പോകുന്നവർ, അതുകൊണ്ട് അവർ മക്കൾ പാസ്റ്റർമാരാണ്, അതുകൊണ്ട് അവർ ഈ കല്യാണത്തിന് സംബന്ധിക്കുകയില്ല, അതുകൊണ്ട് അവരെ വേണ്ടതുകൊണ്ട് ഇടദിവസമേ കല്യാണം വയ്ക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി അവരിടദിവസം കല്യാണം വെച്ച് അങ്ങനെ സംബന്ധിപ്പാനൊക്കെ ഇടയായി തീർന്ന വിഷയങ്ങളൊക്കെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഈ ചെറുപ്രായത്തിലെ ഈ ഉപദേശ സത്യങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ ഈ വചനം വിശ്വസിക്കുകയും ഇത് മാത്രമാണ് സത്യമെന്ന് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. സൺഡേ സ്കൂളുകൾ, ആരാധന, കൂട്ടായ്മകൾക്കൊക്കെ പോവുകയും ഇന്നത്തെ പോലെയല്ല ഒത്തിരി ദൂരം നടന്ന് പ്രാർത്ഥനകൾക്ക് സംബന്ധിച്ച അനുഭവങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. ആ നാളുകളിൽ ഉള്ളിൽ ലഭിച്ചതായ ആ വചനത്തിൻ്റെ വിത്ത് എൻ്റെ ഹൃദയത്തിൽ അത് അങ്കുരിച്ച് വളരുവാനായിട്ട് കർത്താവ് സാഹചര്യങ്ങൾ ഒരുക്കി. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ രോഗശാന്തിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലം കൂടെ ആയതുകൊണ്ട് കല്ലുമല കുഞ്ഞുവഞ്ചാനൊക്കെ രോഗശാന്തിക്ക് വളരെ ശക്തമായി നിൽക്കുകയും അതിന് വില കൊടുക്കുകയും ചെയ്തതായതുകൊണ്ട് ആശുപത്രിയിൽ പോവുക, മരുന്ന് ചെയ്യുക, ഇങ്ങനൊരു ചിന്തകളും ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കൊരു 8 വയസ്സ് 10 വയസ്സിനകത്ത് പ്രായമുള്ള ഒരു സമയത്ത് എനിക്ക് കടുത്ത പനി എനിക്ക് ബാധിച്ചിട്ട് ഒരു സന്ധ്യാസമയത്ത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 8 മണിയാകുന്ന സമയത്ത് ഈ പനി വന്ന് എൻ്റെ ബോധം നഷ്ടപ്പെട്ടു പോകാനിടയായിരുന്നു. അങ്ങനെ എൻ്റെ അവബോധ മനസ്സിൽ ഞാനിങ്ങനെ ഒരു സംഭവം കാണുന്നത്, ഞാൻ അതുവരെ ഈ പടങ്ങളിൽ മാത്രമേ ഈ മാലാഖമാർ അല്ലെങ്കിൽ ചിറകൊക്കെ വിരിച്ച് മാലാഖമാർ കണ്ടിട്ടുള്ളൂ. പക്ഷെ അന്ന് എൻ്റെ ഹൃദയം കണ്ടുകൊണ്ട് ഞാനിങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ എൻ്റെ തലയ്ക്ക് മുകളിൽ 2 ദൂതന്മാർ വാള് കൊണ്ട് ഭയങ്കര ഫൈറ്റ് നടക്കുന്നതായിട്ട് ഞാൻ കാണാനിടയായി തീർന്നു. ചില മിനിറ്റുകൾ ഇങ്ങനെ യുദ്ധം അവർ ചെയ്തു. അവസാനം ഒരു ദൂതൻ തോറ്റുപോയി, ഒരു ദൂതൻ ജയിച്ചു. എൻ്റെ ശരീരം വെട്ടി വീർത്തു. എൻ്റെ പനി വിട്ടുമാറി. ഞാൻ എന്തൊക്കെയോ വെച്ചുമ്പിയോ ഒക്കെ വിളിച്ചു പറഞ്ഞു. എൻ്റെ മാതാപിതാക്കൾ ഓടി വന്നു. അവർ നോക്കിയപ്പോൾ എനിക്ക് സൗഖ്യമായത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം ആ ഒരു കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ ഫോണുള്ള കാലഘട്ടമൊന്നുമല്ല. പാസ്റ്റർമാരെയോ ആരെയും വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ളതായ സാഹചര്യവുമില്ല. ഞായറാഴ്ചയൊക്കെ ആയിരിക്കും ഇനി പാസ്റ്ററൊക്കെ വരുന്നത്. പക്ഷെ ആരുമില്ലായിരുന്നെങ്കിലും ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തു. എനിക്കിതിൻ്റെ മർമ്മമൊന്നും അന്നേരം ഒന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീട് ദൈവം എനിക്ക് അത് മനസ്സിലാക്കി തന്ന ഒരു കാര്യം, അന്ന് എനിക്ക് വേണ്ടി എന്നെ തകർക്കുവാൻ വേണ്ടി ശത്രുവായ പിശാച് എനിക്കെതിരായി യുദ്ധം ചെയ്തപ്പോൾ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത് എനിക്ക് സൗഖ്യം തരുവാൻ ഇടയായി തീർന്നു എന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് പിന്നത്തേതിൽ മനസ്സിലാക്കാനായിട്ട് കർത്താവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒത്തിരി വിടുതലുകൾ, സൗഖ്യമൊക്കെ ജീവിതത്തിൽ അനുഭവിപ്പാനായിട്ട് ഇടയായി തീർന്ന അനുഭവങ്ങളൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. മാത്രമല്ല ഒരു സന്ദർഭത്തിൽ അതുപോലെ ചെറുപ്രായത്തിലാണ് എനിക്ക് കടുത്ത വയറുവേദന, ഭയങ്കര വയറുവേദനയാണ്. ഒരു തരത്തിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു, ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ എനിക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയിരുന്നെങ്കിൽ സൗഖ്യം ലഭിച്ചതിനെ ഒന്ന് ഞാൻ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഈ വേദന എൻ്റെ പിതാവ് മനസ്സിലാക്കി. ഞാനിങ്ങനെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുക, വേദന കൊണ്ട് ഞാനിങ്ങനെ പൊളഞ്ഞ് മുറ്റത്ത് നിൽക്കുമ്പോൾ എൻ്റെ പിതാവ് എന്നോട് ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, ഇതുപോലെ വയറുവേദനയാണ്. സഹോദരൻ, എൻ്റെ പിതാവ് ആ മുറ്റത്ത് നിന്ന് തന്നെ, എൻ്റെ പിതാവ് ഒരു പാസ്റ്ററൊന്നുമല്ല, സാധാ ഒരു വിശ്വാസി മാത്രമാണ്. അദ്ദേഹം ആ മുറ്റത്ത് നിന്ന് തന്നെ എൻ്റെ വയറെ കൈവച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ആ നിമിഷം തന്നെ എനിക്ക് കർത്താവ് പൂർണ്ണമായി സൗഖ്യം തന്നു. അങ്ങനെ ഉള്ള ഒത്തിരി വിടുതലുകൾ കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിൽ അനുഭവിപ്പാനൊക്കെ
കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം ഒക്കെ മുമ്പോട്ട് പോകുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞായ സമയത്ത് ഒക്കെ അല്പം സിനിമയുടെ ഭ്രാന്തൊക്കെ തലയ്ക്ക് കയറി. അങ്ങനെ സിനിമ കോട്ടകളിൽ റിലീസ് ചെയ്യുന്ന പടങ്ങൾ കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല ഉള്ളതായ തിയേറ്ററുകളിലൊക്കെ പോയി മാതാപിതാക്കളോ ആരും അറിയാതെയാ പോകുന്നത്. അങ്ങനെ പോയി കാണുന്ന ഒരു സന്ദർഭമൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിന്നീട് ഞാൻ തുടർന്ന് ആരാധനയ്ക്ക് പോകാതായി. പല കാരണം കൊണ്ട് ഞാൻ ആരാധനയ്ക്ക് പോകാതെ ഞാൻ വീട്ടിൽ തന്നെ ആയിരിക്കുന്നതായ സമയമുണ്ട്. എന്നാൽ എൻ്റെ പിതാവിനെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാനതിന് ചെയ്യുന്ന പരിപാടി എന്നാന്ന് ചോദിച്ചാൽ രാവിലെ സഭായോഗത്തിന് പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഞാൻ നടത്തും. സ്തോത്രം. അങ്ങനെ രാവിലെ കുളിച്ച് ഒരുങ്ങി ഡ്രസ്സൊക്കെ ചെയ്ത് ഞാൻ നിൽക്കും. അപ്പോൾ എൻ്റെ പിതാവ് എന്നോട് ചോദിക്കും, വരുന്നില്ലേ, പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല? ഞാൻ പറഞ്ഞു, നിങ്ങളങ്ങ് പൊക്കോ, ഞാൻ പുറകെ അങ്ങ് വന്നേക്കാമെന്ന് പറയും. പക്ഷേ അവരങ്ങ് പോകും, പക്ഷെ ഞാൻ പോകത്തില്ല, ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും. അങ്ങനെ സഭായോഗം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ആ സമയത്ത് എൻ്റെ പിതാവ് നല്ല കോപിഷ്ഠനായിട്ടായിരിക്കും വരുന്നത്, ഞാൻ ആരാധനയ്ക്ക് ചെല്ലാഞ്ഞിട്ട്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഞാൻ പെട്ടെന്ന് പിതാവിൻ്റെ അടുത്തോട്ട് ചെല്ലാതെ അവിടുന്ന് മാറി നിന്നിട്ട് എല്ലാം ഒന്ന് തണുത്ത ശാന്തമായി കഴിയുമ്പോൾ പതുക്കെ കയറി വന്ന് അങ്ങനെ കുറേ നാൾ അങ്ങനെയൊക്കെ അങ്ങ് പോകാനായിട്ടിടയായി തീർന്നു. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് പോകില്ല. എന്നാൽ എന്നെ അന്വേഷിച്ച് ഞങ്ങളുടെ കർത്തൃദാസൻ, അന്ന് അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന മാവേലിക്കര സ്വദേശിയായിരിക്കുന്ന പാസ്റ്റർ KV ജോർജ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ എന്നെ അന്വേഷിച്ച് കൂടെ അദ്ദേഹം എൻ്റെ വീട്ടിൽ വരുമായിരുന്നു. പക്ഷെ ഞാൻ ദൈവദാസന്മാർക്ക് പിടികൊടുക്കുകയില്ല. അങ്ങനെ ഒരാളായിരുന്നു ഞാൻ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പിടികൊടുക്കാത്ത കാരണം എനിക്ക് ഇവരുമായിട്ട് സംസാരിച്ച് മുമ്പോട്ട് പോയാൽ അവരെന്നെ സഹായത്തിന് വിളിക്കും. അത് പോകാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ പിടികൊടുക്കാൻ നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ താമസിക്കുന്നത് ഒരു അല്പം ഉയർന്ന സ്ഥലത്താണ്. അപ്പോൾ എവിടെ നിന്ന് വണ്ടി വന്നാലും ശബ്ദം കേൾക്കാം. പ്രത്യേകിച്ച് ഈ ദൈവദാസന്റെ വണ്ടിയുടെ ശബ്ദം എനിക്ക് പ്രത്യേകിച്ച് അറിയാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്ന സമയം പല പ്രാവശ്യവും ഞാൻ അദ്ദേഹത്തെ ഞാൻ കബളിപ്പിച്ചു പോകാനിടയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴേ എനിക്കറിയാം പാസ്റ്റർ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയോട് ഒരു കാര്യം പറയും, അമ്മേ, ഞാൻ ഇവിടെ ഇല്ലെന്ന് പാസ്റ്ററോട് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അടുക്കള വാതിൽ കൂടെ ഞാൻ ഇറങ്ങി അങ്ങ് അവിടുന്ന് സ്ഥലം മാറുമായിരുന്നു. അപ്പം അദ്ദേഹം വന്നിട്ട് അമ്മയോട് ചോദിക്കും, അമ്മാമേ ബിനു എന്തിയെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞേച്ച് പോകുന്നത് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേച്ചാ പോകുന്നത്. പക്ഷെ അമ്മ ഇദ്ദേഹം വന്ന് ചോദിക്കുമ്പോൾ അമ്മ ഒന്ന് ചിരിച്ചേച്ച് പറയും, എൻ്റെ പാസ്റ്റർ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, പാസ്റ്ററിൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ പല പ്രാവശ്യം ഞാൻ അദ്ദേഹത്തിന് പിടികൊടുക്കാതെ മുമ്പോട്ട് പോയി. അപ്പോൾ എനിക്ക് ആ കാലഘട്ടങ്ങളൊക്കെ ഈ സിനിമാ പാട്ടൊക്കെ കേൾക്കുന്ന വലിയ ഹരമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം രാവിലെ ഒരു 8 മണി കഴിഞ്ഞ സമയത്ത് ഞാനിങ്ങനെ ടേപ്പ് റെക്കോർഡ് ഓൺ ചെയ്ത് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് അതിൻ്റെ ലഹരിയിൽ ഇങ്ങനെ ഇരിക്കുന്നതായ ഒരു സമയത്ത് ഈ ദൈവദാസൻ വന്നത് ഞാൻ അറിഞ്ഞില്ല. വണ്ടിയുടെ ശബ്ദം ഞാൻ കേട്ടില്ല. മുറ്റത്ത് വന്ന് വണ്ടി വെച്ചു. അദ്ദേഹം വന്ന് വാതിൽ കൊട്ടുമ്പോഴാണ് ഞാൻ അറിയുന്നത്. എൻ്റെ വീട്ടിൽ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ ഞാൻ കതവ് തുറന്ന് നോക്കിയപ്പോൾ പാസ്റ്ററാണ്. അദ്ദേഹം അവിടെ ഇരുന്നിട്ട് എന്നോട് വളരെ സ്നേഹമായിട്ട് ഇടപെട്ടു. എന്നോട് പറഞ്ഞു, ബിനു സഹോദരൻ, നീ ആരാധനയ്ക്ക് വരണം, ഇങ്ങനെ വീട്ടിലിരിക്കേണ്ട കാര്യമില്ല, നിന്നെക്കുറിച്ചൊക്കെ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ആമേൻ. മാത്രമല്ല, ഞാൻ ഇപ്പോഴും ഒരു കാര്യം ഓർക്കുന്നത്, എൻ്റെ ജന്മത്തിൽ തന്നെ എൻ്റെ മാതാപിതാക്കൾ എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. ആ ഒരു അറിവ് എനിക്കുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തോട് അങ്ങോട്ട് പറയുമായിരുന്നു, കർത്താവേ, സുവിശേഷ വേലയ്ക്ക് എന്നെ വിളിക്കരുതേ. അന്നും എനിക്ക് താല്പര്യമുള്ളത് ഈ കൊയർ പാട്ട് പാടാനൊക്കെ ഒരു താല്പര്യവും താലന്തും ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ വല്ലതും കർത്താവിൻ്റെ വേലയിൽ കായ്ക്കൊള്ളാം, പക്ഷേ ഒരു സുവിശേഷകനായിട്ട് എന്നെ വിളിക്കല്ലേ എന്ന് ഞാൻ അങ്ങോട്ട് ദൈവത്തോട് പറയുമായിരുന്നു. അപ്പം അങ്ങനെ ആയിരിക്കുന്ന ആ സമയത്താണ് ഈ കർത്തൃദാസൻ അവിടെ വന്ന് എന്നോട് സംസാരിച്ചു, ഇന്നും ആരാധനയ്ക്ക് വരണം, വീട്ടിലിരിക്കരുത്, നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയൊക്കെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം എന്നോട് പറഞ്ഞു, സുവിശേഷം പറയേണ്ട കാര്യമില്ല, നിനക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്,
അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും കുഞ്ഞെ, നീ ദൈവസന്നിധി നിനക്ക് പറ്റുമെങ്കിൽ നിന്നെ ഒന്ന് ദൈവസന്നിധി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞ് അന്ന് കൃപയാൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ടു. അന്ന് ഞാൻ എന്ത് ചെയ്തു ചോദിച്ചാൽ എൻ്റെ ജീവിതം അന്ന് 19 വയസ്സുണ്ട്. എൻ്റെ കർത്താവിനായി എന്നെ സമർപ്പിക്കാനിടയെ തരുന്നു. ഞാൻ മുമ്പേ ഒരു കാര്യം ഓർപ്പിച്ചു, എനിക്ക് ഭയങ്കര സിനിമാ പ്രാന്തായിരുന്നു. എനിക്ക് സിനിമ കാണാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ഞാൻ അന്ന് കർത്താവിനായി എന്നെ സമർപ്പിച്ച ആ നിമിഷം തന്നെ ഈ സിനിമയോടുള്ള എൻ്റെ കമ്പമെല്ലാം മാറി. ഈ പാപത്തോടുള്ള ആ താല്പര്യമെല്ലാം വിട്ടു മാറി. എൻ്റെ ജീവിതത്തിൽ നിന്നോ ഭാരം ഇറങ്ങിപ്പോയതുപോലെ എനിക്കൊരു ആശ്വാസമുണ്ടായി. എന്നിട്ട് ഞാൻ തീരുമാനമെടുത്തതിന് ശേഷം കർത്താവിൻ്റെ ദാസൻ ജോർജ് പാസ്റ്ററിനോട് പറഞ്ഞു, ബിനു ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോൾ അങ്ങ് പോവുക, നീ ഒരു കാര്യം ചെയ്യണം, നീ ആ മുറിയിലോട്ട് കയറിയിരുന്ന് വാതിലടച്ചേച്ച് ഒരു അരമണിക്കൂർ നീ കഴിഞ്ഞ നാളുകളിൽ നിന്റെ ജീവിതത്തിൽ വന്നുപോയ പാപവും തെറ്റുകളും ഒക്കെ കർത്താവിനോടൊന്ന് ഏറ്റുപറഞ്ഞ് ഒരു കഴികൾ പ്രാപിപ്പാൻ നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയും ചെയ്തു. ഞാൻ ആ പറഞ്ഞതുപോലെ അനുസരിച്ച് മുറിയിൽ കയറിയിരുന്ന് എൻ്റെ ഓർമ്മയിൽ വന്ന പാപങ്ങളെല്ലാം ഞാൻ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ചു. എന്നാൽ ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഞാൻ അല്പം ഉഴപ്പിപ്പോയതിൻ്റെ ഒരു കാരണവും ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചു, കർത്താവേ ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഒരു വ്യത്യസ്തനായിട്ട് ജീവിക്കണം, തുടർന്നുള്ള നാളുകളിൽ വ്യത്യസ്തനായി ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ അല്പം ഉഴപ്പിയൊക്കെ പോയത്. പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടതായ ആ സമയം മുതൽ ഞാൻ ഇന്നും പൂർണ്ണനൊന്നും അല്ലെങ്കിലും അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നു. അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് പോയി പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാൻ തുടങ്ങി. ആരാധനയിൽ കൂട്ടായ്മകളിലൊക്കെ മുമ്പോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ആയിരിക്കുന്ന ആ സന്ദർഭത്തിൽ സ്നാനപ്പെടുവാനുള്ള സാഹചര്യങ്ങളെ മുമ്പിൽ വന്നു. അങ്ങനെ ആയിരിക്കുന്ന ആ സമയത്ത് ഞങ്ങളുടെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ബിനു ഇതുപോലെ ഞങ്ങളുടെ ചർച്ചിൽ തന്നെ കൂടുന്ന ഒരു നേഴ്സ്, ഒരു ഷേർലി എന്ന് പറയുന്ന ഒരു സഹോദരി സ്നാനപ്പെടാനായിട്ട് അവർ CSI ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു, വിശ്വാസത്തിലേക്ക് വന്ന് ആ സഹോദരി സ്നാനപ്പെടാനായിട്ടുള്ള തീരുമാനമെടുത്തു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ദേവദാസനോട് പറഞ്ഞു, ഇന്ന ദിവസം സ്നാനം ഉണ്ട്, ഷേർലിയുടെ സ്നാനമുണ്ട്, അതുകൊണ്ട് ബിനുവിന് താല്പര്യമെങ്കിൽ സ്നാനപ്പെടാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ എനിക്ക് പൂർണ്ണമായൊരു മനസ്സ് അന്ന് ഇല്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞേച്ച് ഞാൻ എന്ത് ചെയ്യും ചോദിച്ചാൽ എനിക്ക് മനസ്സുകൊണ്ട് അങ്ങോട്ട് താല്പര്യമാകുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ സ്നാനത്തിൻ്റെ അന്ന് എനിക്ക് വേണ്ടി ആ ഷെല്ലിക്ക് വേണ്ടി സ്നാനം ക്രമീകരിച്ചെങ്കിൽ ഞാൻ ആ സ്നാനത്തിൽ നിന്ന് ഒഴിവുള്ളവനായി, അല്ലെങ്കിൽ ഞാൻ സ്നാനത്തിന് പോയില്ല. അങ്ങനെ ഞാൻ ആ പകലൊക്കെ അങ്ങനെ കഴിച്ചു കൂട്ടി. സന്ധ്യാസമയമായപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിൽ ഒരു കടയുണ്ട്. അങ്ങനെ അല്പം മയങ്ങിയ സമയമാണ്. അപ്പം ഈ സമയത്ത് ഞാൻ ആ കടയിൽ പോയി അല്പ സാധനം വാങ്ങിച്ച് ഇച്ചിരി എളുപ്പ വഴിക്ക് വേണ്ടി, ഇങ്ങനെ റോഡുണ്ട്, വഴിയെ കൂടെ വരുന്നതിലും എളുപ്പ വഴിയിൽ ഞാൻ എൻ്റെ ആ കടയുടെ അവിടുന്ന് എൻ്റെ അടുക്കള വഴിയിൽ വാതിലിലേക്ക് വരുന്ന ഞങ്ങളുടെ പറമ്പിൽ കൂടെ ഷോർട്ട് കട്ട് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ കാലിൽ എന്തോ കടിക്കുവാനിടയായി തോന്നി. അപ്പോൾ എനിക്ക് ആ നിമിഷം മനസ്സിലായി, ഞാൻ ദൈവകൽപ്പന അനുസരിക്കാൻ തീരുമാനമെടുത്തതിന് ശേഷം അത് ലംഘിച്ചതിൻ്റെ ഫലമാണെന്ന് എനിക്ക് അവിടെ വെച്ച് തന്നെ ബോധ്യപ്പെട്ടു. ഞാൻ എന്തോ കടിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നേരെ വീട്ടിലിറങ്ങി വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അമ്മ എന്നോട് പറഞ്ഞു, മോനെ ഇത് ദൈവത്തിൻ്റെ ശിക്ഷയാ, നീ എടുത്ത തീരുമാനത്തിൽ നിന്ന് നീ മാറിയതിൻ്റെ ശിക്ഷയാണ് ഇങ്ങനെ സംഭവിച്ചത്, അതുകൊണ്ട് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മയെ ദൈവസന്നിധിയിൽ ഞാൻ തീരുമാനമെടുത്തു, ഇനിയൊരവസരം എനിക്ക് കർത്താവ് തന്നാൽ ഞാൻ അതനുസരിച്ചോളാമെന്ന് അന്ന് വൈകിട്ട് തീരുമാനമെടുത്തു. അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് പോയി. അപ്പം ഞങ്ങളുടെ ദൈവദാസൻ പിന്നീട് വിസിറ്റിങ്ങിന് എൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ ഇദ്ദേഹത്തിന് വലിയ പ്രയാസമുണ്ട്. കാര്യം ഞാൻ ഈ സ്നാനത്തിൽ നിന്ന് ഒഴിവായതുകൊണ്ട് അദ്ദേഹത്തിന് അല്പം പ്രയാസമുണ്ടായി. എന്നോടൊന്നും പറഞ്ഞില്ല, എങ്കിലും അദ്ദേഹം വിസിറ്റിങ്ങിന് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ജോർജ് ചായ എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ ദൈവകൽപ്പന അനുസരിക്കാതെ പിന്മാറി, അതുകൊണ്ട് എനിക്ക് എത്രയും വേഗം സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ബിനു
ഷേർലിയുടെ സ്നാനം കഴിഞ്ഞതല്ല ഉള്ളൂ. ഇനി ഒരു 2 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് തുരുത്തിക്കാട്ടുള്ളതായ തമ്പാച്ചാൻ്റെ അമ്മച്ചിക്ക് ഏതാണ്ട് അന്ന് 82 വയസ്സുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഈ അമ്മച്ചി സ്നാനപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അമ്മച്ചിയുടെ സ്നാനത്തിൻ്റെ സമയത്ത് ബിനുവിന് സ്നാനപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അന്ന് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കൃപയാൽ ഞാനും ആ അമ്മച്ചിയും കൂടെ മല്ലപ്പള്ളി ആറ്റിൽ ആമേൻ ഇറങ്ങി സ്നാനപ്പെടാനുള്ള സാഹചര്യം 1993 എൻ്റെ 19ാമത്തെ വയസ്സിൽ കർത്താവിനൊരു അവസരം ഒരുക്കി. അങ്ങനെ സഹോദരൻ സ്നാനപ്പെട്ടതിനെല്ലാം ശേഷം ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞുള്ള സംഭവമാണിത്. അതിനുശേഷം ഞാൻ പോയി കമ്പ്യൂട്ടർ പഠിച്ചു. അങ്ങനെ കമ്പ്യൂട്ടർ പഠിച്ചതിന് ശേഷം ഞാൻ ഡൽഹിക്ക്, എൻ്റെ 2ാമത്തെ സഹോദരൻ ഡൽഹിയിലായിരുന്നത് കൊണ്ട് അദ്ദേഹം എന്നെ ഡൽഹിക്ക് കൊണ്ടുപോയി. അവിടെ കടന്നു ചെന്നു. എനിക്ക് ഇൻ്റർനാഷണൽ കറസ്പോണ്ടൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ICI എന്ന് പറയുന്ന ഒരു AGയുടെ ഒരു സ്ഥാപനത്തിൽ എനിക്ക് താൽക്കാലികമായിട്ടൊരു ചെറിയ ജോലി ലഭിക്കാനിടയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് ജോലിക്ക് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട്, കമ്പ്യൂട്ടറിൻ്റെ ജോലിക്കൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും ആയിട്ടില്ല. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ആ സ്ഥാപനത്തിൽ തന്നെ കമ്പ്യൂട്ടർ അന്നില്ല. എനിക്ക് വേണ്ടിയും അവിടുത്തെ ഒരു സീനിയർ ഒരു വ്യക്തിക്ക് വേണ്ടിയും 2 കമ്പ്യൂട്ടർ അവിടുത്തെ ഡയറക്ടർ ഓർഡർ ചെയ്തു. അങ്ങനെയെല്ലാം വരുന്നതായ സമയത്ത് ആണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് നാട്ടിലേക്ക് പോരാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം കൂടെ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ഉള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഞാൻ ഈ ഡൽഹിയിൽ കടന്നുപോയി. അവിടെ കടന്നു ചെന്നു. സത്യത്തിൽ എനിക്ക് എൻ്റെ സഹോദരനുണ്ട് കൂടെ. എൻ്റെ ഉപ്പാപ്പൻ, ഇളയ ഉപ്പാപ്പൻ, അദ്ദേഹം മിലിറ്ററി സർവീസിലായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെങ്കിലും എൻ്റെ ഒരു ആവശ്യത്തിന് വരെ ആരെയും ദൈവം തരത്തില്ല. അങ്ങനെ ഞാൻ ഒത്തിരി ചില പ്രതിസന്ധിയിൽ കൂടെയൊക്കെ കടന്നുപോയി. പക്ഷെ അവിടെ എല്ലാം ദൈവം എന്നെ സഹായിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സുവിശേഷ വേലയ്ക്ക് എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. ഇന്ന് സുവിശേഷ വേലയിൽ കാണുന്ന പല വിഷയങ്ങളുടെയും മുഖത്താണ് ഞാൻ സുവിശേഷ വേല ചെയ്യുകയില്ല എന്ന് ദൈവത്തോട് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു രാത്രിയിൽ ഞാൻ ഉറങ്ങിയൊന്നുമില്ല. ഞാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എൻ്റെ കാതിൽ ഒരു ശബ്ദം ഇങ്ങനെ കേട്ടു, മകനെ, ഞാൻ നിന്നെ ഡൽഹിയിൽ കൊണ്ടുവന്നത് നീ ജോലി ചെയ്ത് മുമ്പോട്ട് പോകാനല്ല, എൻ്റെ വേലയ്ക്കായി, എൻ്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായി ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു എന്നുള്ളൊരു ശബ്ദം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ, എൻ്റെ ചെവിയിലേക്ക് വന്നപ്പോൾ, ഞാൻ അതുവരെ സുവിശേഷ വേല ചെയ്യത്തില്ല എന്ന് പറഞ്ഞു നിന്ന എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ ചിന്താഗതി മാറി. എനിക്ക് പിന്നീട് സുവിശേഷ വേല ചെയ്യണമെന്നുള്ള ഒരു താല്പര്യം എൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഞാൻ ഈ താല്പര്യം എൻ്റെ പിതാവിന്, അന്ന് ഫോൺ സൗകര്യങ്ങളൊക്കെ കുറവാണ്, എൻ്റെ പിതാവിന് ഞാനൊരു ലെറ്റർ എഴുതി, അച്ചാച്ച ഞാനിതുപോലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു, അച്ചാച്ചൻ്റെ അഭിപ്രായം എന്താണെന്ന് എന്നോട് ഞാൻ എഴുതി അറിയിച്ചു. അദ്ദേഹം അതിനുള്ള മറുപടി എനിക്ക് അയച്ചു, മോനെ, നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്, നീ സമർപ്പിച്ചതുപോലെ ചെയ്തോളാൻ എന്നോട് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിക്കുകയും തുടർന്ന് സുവിശേഷ വേല ചെയ്യാനുള്ള ആഗ്രഹം എന്നിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോരുവാനിടയായത്. ഞാൻ മുമ്പേ ഒരു കാര്യം ഓർപ്പിച്ചു. അവിടെ ഡൽഹിയിലായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി ഒരു കമ്പ്യൂട്ടർ എൻ്റെ ഡയറക്ടർ, അദ്ദേഹം മല്ലപ്പള്ളിക്കാരനാണ്, ജോർജ് വറീസ് എന്ന്, അദ്ദേഹം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹം എനിക്ക് വേണ്ടി ഒരു കമ്പ്യൂട്ടർ ഓർഡർ ചെയ്തു. അദ്ദേഹം ആ കമ്പ്യൂട്ടർ വന്ന ഉടനെയാണ് ഞാൻ ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് നാട്ടിലേക്ക് പോരുവാനായിട്ട് തയ്യാറെടുക്കുന്നത്. ഈ സമയത്ത് അദ്ദേഹം എന്നോട് മറ്റൊരാളിൽ കൂടെ പറഞ്ഞു, ഇതുപോലെ ബിനുവിന് വേണ്ടി കൂടെയാ ഒരു കമ്പ്യൂട്ടർ വന്നത്. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് നാട്ടിൽ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ സുവിശേഷ വേല ചെയ്തു, ഇവിടെ തന്നെ AGയുടെ ബൈബിൾ കോളേജ് ഉണ്ട്, ഇവിടെ പഠിക്കാം, ഞാൻ സ്പോൺസർ ചെയ്യാം എന്ന് വരെയും പറഞ്ഞു. പക്ഷേ എനിക്ക് നാട്ടിൽ പഠിക്കുന്നത് താല്പര്യമായതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് കടന്നു വന്നു. അപ്പോൾ അങ്ങനെ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ദൈവമാണ് എന്നോട് നേരിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന എന്നെ നേരിട്ട് ഗ്രഹിപ്പിച്ചത്. ഒരു പ്രവാചകൻ കൂടി മുഖാന്തരമല്ല, മറ്റാരിൽ കൂടെയല്ല. അപ്പോൾ എനിക്ക് നല്ല ഉറപ്പായി. എങ്കിലും ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം
ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മാതൃസഭയിലെ ഒരു വീട്ടിൽ ഒരു വൈകിട്ട് ഒരു പ്രാർത്ഥന നടക്കുകയാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ നടന്ന വണ്ടിയൊന്നുമില്ല, നടന്ന അവിടെ ഞാനും എൻ്റെ പിതാവും മാതാവും കൂടെ ഈ പ്രാർത്ഥനയ്ക്ക് ചെന്നപ്പോൾ അവിടെ പ്രാർത്ഥിച്ചു തുടങ്ങി, പാട്ടുപാടി ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഞാൻ ആ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നത്. അപ്പോൾ ഇതിനോടകം എൻ്റെ സഭയിൽ അറിഞ്ഞു ഞാൻ ഇതുപോലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് നാട്ടിൽ വന്നിരിക്കുന്നു എന്നുള്ള ഒരു വർത്തമാനം സഭയിൽ അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ദൈവദാസൻ, അന്ന് ഞങ്ങളുടെ സഭയിൽ ശുശ്രൂഷിക്കുന്നത് കർത്താവിന്റെ പാസ്റ്റർ ജോയി ചാണ്ടിച്ചാനാണ്, അദ്ദേഹം അറിഞ്ഞു. അങ്ങനെ വിശ്വാസികൾ അറിഞ്ഞു. അങ്ങനെ ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ അന്ന് തിരുവനന്തപുരത്ത് നിന്ന് PMGയുടെ ഒരു ശുശ്രൂഷകനാകുന്ന MA വർഗീസ് എന്ന് പറയുന്ന ജയൻ എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ് അന്ന് രാത്രി വചനം ശുശ്രൂഷിക്കുന്നത്. അദ്ദേഹത്തിന് എന്നെയും അറിയത്തില്ല, എനിക്ക് അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നേരത്തെ ചെന്നിട്ടില്ല. പ്രാർത്ഥന തുടങ്ങി പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ചെല്ലുന്നത്. ഞങ്ങൾ കയറി അവിടെ അടുക്കിയിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന് വചന ശുശ്രൂഷയ്ക്ക് സമയം കൊടുത്ത അദ്ദേഹം എഴുന്നേറ്റ് 1-2 വാക്കുകൾ ശുശ്രൂഷയ്ക്ക് പറഞ്ഞങ്ങോട്ട് വരികയും ദൈവത്തിന്റെ ആത്മാവ് പെട്ടെന്ന് അദ്ദേഹം ഓടി എൻ്റെ തലയിൽ കൈവച്ചേച്ച് ഇപ്രകാരം പറഞ്ഞു, മകനെ, ഞാൻ നിന്നെ എൻ്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായി നിന്നെ കണ്ടിരിക്കുന്നു, നിന്നെ വേർതിരിച്ചിരിക്കുന്നു എന്നുള്ള ആലോചന ദൈവസഭയുടെ മധ്യത്തിൽ വെച്ച് പറഞ്ഞപ്പോൾ അത് എനിക്ക് ഒന്നുകൂടെ ഉറപ്പായി. മാത്രമല്ല സഭാ ശുശ്രൂഷകനും ദൈവമക്കൾക്കും എല്ലാം വീണ്ടും അത് ഉറപ്പാകാനായിട്ട് ഇടയായി തീർന്നു. തുടർന്ന് പിന്നീട് പല മീറ്റിങ്ങുകളിൽ സംബന്ധിച്ചപ്പോൾ എന്നെ അറിയാത്ത, എനിക്ക് അറിയാൻ മേലാത്ത പല ദൈവദാസന്മാരും വീണ്ടും തലയിൽ കൈവച്ച് ഇതേ ആലോചനകൾ പറയുകയും അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഉറപ്പും ധൈര്യവും ഒക്കെ ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ മുമ്പോട്ട് പോയി ഞാൻ ബൈബിൾ കോളേജിൽ പഠനത്തിന് വേണ്ടി ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജ് പായിപ്പാട്, തിരുവല്ലയ്ക്ക് അടുത്തുള്ള പായിപ്പാട് ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ BTSന് അഡ്മിഷൻ എടുത്തു. അങ്ങനെ 3 വർഷക്കാലം അവിടെ പഠിച്ചു. ഈ 3 വർഷത്തെ പഠനത്തിൽ എനിക്ക് പലപ്പോഴും അവിടെ നിർത്തിപ്പോരാൻ തക്കതായ ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി, അഭിമുഖീകരിച്ചു. പക്ഷെ അവിടെ ഒന്നും നിർത്താനായിട്ട് ദൈവം അനുവദിച്ചില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മാതാവിനെയും പിതാവിനെയും ഒക്കെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന പാസ്റ്റർ PM എബ്രഹാം റാന്നി കുഞ്ഞുവൻച എന്ന് പറയുന്ന കർത്തൃദാസൻ പലപ്പോഴും എന്നെ വിളിച്ചു പറയും, മോനെ, നിന്നെ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ പഠനം പൂർത്തിയാക്കണം, ഏത് പ്രതിസന്ധി വന്നാലും പിടിച്ചു നിൽക്കണം. ആമേൻ ആമേൻ. എന്നിട്ട് പല വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യമൊക്കെ എന്നോട് പറയും, വിശുദ്ധനെ തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ നീതിയായിട്ട്, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ. അതുകൊണ്ട് നീ ഇതിലൊന്നും പെടാതെ നിന്നെ തന്നെ സൂക്ഷിച്ച പഠനം പൂർത്തിയാക്കാൻ പറഞ്ഞ് അദ്ദേഹം എന്നെ പ്രചോദനം നൽകി കൃപയാൽ അങ്ങനെ BTH ഗ്രാജുവേറ്റ് ചെയ്യുവാനായിട്ട് കർത്താവ് അവസരങ്ങൾ ഒരുക്കി. അങ്ങനെ ഇങ്ങനെ ഈ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു സന്ദർഭത്തിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഫാമിലി ഉണ്ട്. ആ വീട്ടിലെ സാബു ജോസഫ് എന്ന് പറയുന്ന സഹോദരൻ ഞാനും ക്ലാസ്മേറ്റ് ആണ്. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ഞാൻ ഡേ സ്കോളറായിട്ട് ബൈബിൾ കോളേജിൽ പോയി വരുന്ന പഠിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്നതായ ഒരു സന്ദർഭത്തിൽ എൻ്റെ മാതൃസഭയിൽ വൈകിട്ട് പ്രാർത്ഥനയുണ്ട്. ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാനും എൻ്റെ പിതാവും മാതാവും കൂടെ പോകുവാൻ, അപ്പോൾ എൻ്റെ മൂത്ത സഹോദരൻ്റെ മൂത്ത മോന്, കൊച്ചു കുഞ്ഞാണ്, അവൻ വീട്ടിലുണ്ട്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ പോകാനായിട്ടെല്ലാം ഒരുങ്ങി. ഈ കുഞ്ഞിൻ്റെ ചെരുപ്പ് ഞങ്ങൾ നോക്കി, അത് കണ്ടില്ല. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് 1 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് അങ്ങ് പോയേനെ. ഇങ്ങനെ ഈ ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ അയൽ വീട്ടിലെ ഈ സാബു ജോസഫ്, എൻ്റെ കൂട്ടുകാരനാണ്, ഈ സഹോദരൻ ഓടി വിളിച്ചു, തോമസ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു ഓടി വരികയാണ്. അദ്ദേഹം വളരെ നിലവിളിച്ചാ വരുന്നത്. അപ്പം ഞാൻ ഓടിച്ചെന്നു, എന്തോ സാബു, എന്തു പറ്റി? അപ്പോൾ എന്നോട് പറയാം, എൻ്റെ അച്ചാച്ചൻ തേട്ട് മരിക്കാനായിട്ട് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്, മൂത്ത സഹോദരനാണ്, സജി എന്ന് പറയും. അദ്ദേഹം എന്നോട് പറയാൻ മരിക്കാൻ. ഞാൻ ചോദിച്ചു എന്തു പറ്റി? വന്ന് കാണാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് കാണുമ്പോൾ സന്ധ്യാസമയമാണ്. അദ്ദേഹം ഒരു അസ്ഥിഭഞ്ജനം പോലെ കിടക്കുക. അദ്ദേഹം നേരത്തെ ഡൽഹിയിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരമെല്ലാം മെലിഞ്ഞ് അതായത് മാംസമെല്ലാം ശരീരത്തോട്ട് ഒട്ടിച്ചേർന്ന് ഒരു അസ്ഥിഭഞ്ജനം പോലെ കട്ടിലിൽ കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ
മരണത്തിൻ്റെ അവസാന സമയത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. അപ്പം ഞാൻ ചെന്ന് നോക്കി നിൽക്കുക, എനിക്ക് ഒന്നും പിടികിട്ടുന്നില്ല. കാര്യം ഞാൻ ചില ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഡൽഹിയിലായിരുന്നു, ഡൽഹിയിൽ നിന്ന് നാട്ടിൽ വന്നു. പക്ഷെ ചില ചില ആഴ്ചകളായിട്ട് അദ്ദേഹത്തെ ഞാൻ കാണുന്നില്ല. ഞാൻ ബൈബിൾ കോളേജിൽ രാവിലെ പോവുകയും വൈകിട്ട് തിരിച്ചു വരികയും ചെയ്യും. എനിക്ക് അന്വേഷിക്കാൻ സമയവുമില്ലാഞ്ഞതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. പക്ഷേ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കിടക്കുക, ആൾക്കാരെല്ലാം കൂടി നിൽക്കുക, മരണത്തെ മുഖാമുഖം കാണുന്ന അനുഭവമാണ്. ഞാനൊരു അല്പസമയം, ഒരു 2 മിനിറ്റ് ഈ കാഴ്ച കണ്ടു നിന്നു. ഞാനൊന്നും വേണ്ടിയില്ല, ആരും ഒന്നും വേണ്ടിയില്ല. അവസാനം ഞാൻ ചോദിച്ചു, ഇതെന്ത് സംഭവിച്ചതാണെന്ന് ചോദിച്ചപ്പോൾ ഈ മരിക്കാൻ കിടക്കുന്ന ഈ സജി എന്ന് പറയുന്ന ഈ വ്യക്തി എന്നോട് പറയുക, ബിനു, ഞാൻ ഡൽഹിയിലായിരുന്നു. അവിടെ വെച്ച് ദൈവദാസന്മാർ പലരും എന്നോട് സുവിശേഷമൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അതൊന്നും അനുസരിച്ചില്ല. ഞാനൊരു ദൈവദേശിയായിട്ട് ഞാൻ ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് ഞാൻ ബിനുവിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ബിനു ഇവിടുന്ന് എന്നും ബൈബിൾ കോളേജിൽ രാവിലെയും വൈകിട്ടും പോയി വരുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കാണുമായിരുന്നു. എനിക്ക് ബിനുവിനെ കൊല്ലുവാനുള്ള വാശിയുണ്ടായിരുന്നു. എന്നോട് വ്യക്തിപരമായിട്ടല്ല, ഞാനൊരു ബൈബിൾ കോളേജിൽ പഠിക്കുന്നു, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്ന് ബോധ്യപ്പെട്ടിട്ട് അദ്ദേഹം വ്യക്തിപരമായിട്ടല്ല, എന്നെ കൊല്ലുവാനുള്ള വാശി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നോട് പറയുവാൻ ഇടയായി തീർന്നു. അപ്പൊ എന്നിട്ട് അദ്ദേഹം അങ്ങ് കരയുക, ആമേൻ, തൻ്റെ പാപങ്ങൾ, തൻ്റെ കുറ്റങ്ങളെല്ലാം ആമേൻ ആരും പറഞ്ഞു കൊടുക്കാതെ അദ്ദേഹം തന്നെ പറഞ്ഞ് ആമേൻ ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കാനിടയായി തീർന്നു. കൃപയാൽ പറയട്ടെ പ്രിയമുള്ളവരെ, ഞാൻ അതിനുശേഷം ആ പ്രിയപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, 3 ദിവസത്തിന് ശേഷം ഞാൻ മൂന്നാമത്തെ ദിവസം രാവിലെ, അതുവരെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, അദ്ദേഹത്തിന് ഒരു ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. കഴിക്കുന്നത് മുഴുവൻ ഛർദ്ദിച്ചു പോവുക, കഴിക്കുന്ന മരുന്ന് മുഴുവൻ ഛർദ്ദിച്ചു പോവുക, അദ്ദേഹത്തിന്റെ ശരീരത്തൊന്നും പിടിക്കാത്ത അവസ്ഥയായിരുന്നു. ഇത് പ്രാർത്ഥിച്ച് 3-ാമത്തെ ദിവസം രാവിലെ ഞാനൊരു 10 മണിയായപ്പോൾ വഴിയിലോട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഇദ്ദേഹം ആ വഴിയിൽ വന്നിരിക്കുക. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സജി എങ്ങനെ ഇരിക്കുന്നു, ആഹാരം രാവിലെ വല്ലതും കഴിച്ചു? അപ്പൊ എന്നോട് പറഞ്ഞു 2 ഏത്തക്കായും കഴിച്ചു, 1 പ്ലേറ്റ് ചോറും കഴിച്ചെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറയട്ടെ ദൈവമേ, ഇതൊക്കെ ദൈവിക അത്ഭുതങ്ങളാ. ഇത് ചില ദിവസങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് വന്നു പൂർണ്ണ ആരോഗ്യവാനായി തീർന്നു. തുടർന്ന് അദ്ദേഹം വിശ്വാസത്തിൽ മുമ്പോട്ട് വന്നെങ്കിലും ഇന്നും വേണ്ട പോലെ ഒരു വിശ്വാസ അനുഭവത്തിൽ ഇല്ല. പക്ഷേ എനിക്ക് അതിലും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത്, ഈ സാബു എന്ന് പറയുന്ന അനിയൻ, അദ്ദേഹം ഈ സംഭവം കണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ വലിയൊരു ചേഞ്ച് ഉണ്ടായി. കൃപയാൽ ചുരുങ്ങിയ വാചകങ്ങളിൽ പറയട്ടെ, അദ്ദേഹം ഇന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, കാശ്മീരിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു, കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മുന്നോട്ട് പോയി. ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ബൈബിൾ കോളേജ് പഠനമൊക്കെ ഇടയിൽ തന്നെ എൻ്റെ ചർച്ചിൽ ഈ കർത്താവിന്റെ ദാസൻ അന്ന് ശുശ്രൂഷിക്കുന്നത് ജോയിച്ചാണ്ടി സാറാണ്. അദ്ദേഹം ഒരാഴ്ചത്തെ ഒരു ഉപവാസ പ്രാർത്ഥന അവിടെ വെച്ചു. ചുരുക്കം പറയട്ടെ, 2-ാമത്തെ ദിവസം തന്നെ കർത്താവ് എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ മുമ്പോട്ട് പോയി. കർത്താവിൻ്റെ ആത്മാവിനാൽ നിറച്ചു. അങ്ങനെ മുമ്പോട്ട് പോകുന്നതായ ഒരു സന്ദർഭത്തിൽ എനിക്ക് ചില നാളുകളായിട്ട് എനിക്ക് ഈ മാംസമൊന്നും കഴിക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ഇറച്ചി എന്ത് കഴിച്ചാലും എൻ്റെ ശരീരത്തിൽ അത് ചൊറിഞ്ഞു തടിച്ച് അലർജിയായി മാറ്റപ്പെട്ടു. ഇറച്ചി കഴിച്ചാൽ എൻ്റെ ശരീരത്തിൽ നിന്ന് അതിൻ്റെ അംശം പുറത്തു പോകുന്നിടം വരെയും എൻ്റെ ശരീരം തലമുടിനാര് മുതൽ പാദം വരെ, പാദത്തിന്റെ വെള്ള വരെ ചൊറിഞ്ഞ് അസഹനീയമായ ചൊറിച്ചില് പല പ്രാവശ്യം ഞാൻ അനുഭവിച്ച്, അതുകൊണ്ട് ഞാൻ കുറെ നാളായി അല്ലെങ്കിൽ ചില വർഷങ്ങളായിട്ട് മാംസാഹാരങ്ങൾ കഴിക്കാതെ ഇരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. എൻ്റെ ബൈബിളിലെ പഠനമൊക്കെ സമയത്തും
അതിനുശേഷമൊക്കെ ഞായറാഴ്ചകളിൽ ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളിക്ക് അടുത്ത് മാറ്റാട്ടിക്കലെ ഒരു അമ്മനിച്ചാൻ്റെ ഭവനത്തിലാണ് എനിക്കും ഞങ്ങളുടെ കർത്തൃ ശുശ്രൂഷൻ ജോയിച്ചാണ്ടിച്ചാലും ഞായറാഴ്ച ഉച്ചക്കത്തെ ആഹാരം. അപ്പം അങ്ങനെ ഇരിക്കുക എന്ന ഒരു സന്ദർഭത്തിൽ ഈ കർത്താവിൻ്റെ ദാസൻ ജോയിച്ചാണ്ടി സാറ് ഒരു 40 ദിവസത്തെ ഉപവാസം അദ്ദേഹം ഇരിക്കുക. ആദ്യത്തെ അവസാനത്തെ ഒരാഴ്ച മാത്രമേ ഉള്ളൂ സഭയിൽ ഉപവാസ പ്രാർത്ഥന. അതിനു മുമ്പുള്ള ദിവസങ്ങളെല്ലാം അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. അവസാനത്തെ ഒരാഴ്ച അദ്ദേഹത്തോടു കൂടെ കൃപയാൽ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവ് ഒരു അവസരം എനിക്ക് നൽകി തരാനിടയായിരുന്നു. ആ സന്ദർഭത്തിൽ എനിക്കിങ്ങനെ ഒരു അലർജിയുടെ വിഷയം ഉണ്ടെന്നോ ഇങ്ങനെ ഒരു അലർജിയുടെ വിഷയത്തിന് വേണ്ടി ഞാൻ ഉപവസിച്ചില്ല, പ്രാർത്ഥിച്ചില്ല. നോർമൽ പോലും അത് വന്നില്ല. ആത്മീയ വിഷയങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ആ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു. പിറ്റേ ഞായറാഴ്ച സഭായത്തിന് വന്നപ്പോൾ കർത്താവിൻ്റെ ദാസൻ ജോയിച്ചാണ്ടിച്ചാന് പ്രബോധനം പറയാനായിട്ട് എഴുന്നേറ്റ് അദ്ദേഹം തൻ്റെ അനുഭവം പറഞ്ഞു. ഞാൻ ചില വർഷങ്ങളായിട്ട്, അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷയം എനിക്കും അറിയത്തില്ല, എൻ്റെ വിഷയം അദ്ദേഹത്തിനും അറിയത്തില്ല. ഞാൻ ചില വർഷങ്ങളായിട്ട് എനിക്ക് പബ്സ് കഴിക്കുമ്പോൾ എൻ്റെ ശരീരം മുഴുവനും ചൊറിഞ്ഞു തടിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം എന്നെ പൂർണ്ണമായി വിടുവിച്ചു എന്ന് അദ്ദേഹം ഒരു സാക്ഷ്യം പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം ഞാൻ ആ സാക്ഷ്യം കേട്ടപ്പോൾ, ഞാൻ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മ വന്നു, അയ്യോ ഞാനും ഇതുപോലെ ഒരു അലർജിയുടെ പ്രശ്നത്തിൽ ഭാരപ്പെടുന്ന ആളാണല്ലോ, മാംസങ്ങൾ കഴിക്കുമ്പോൾ എൻ്റെ ശരീരവും ചൊറിഞ്ഞു തടിക്കുന്ന ആളാണല്ലോ. എന്നാൽ ഞാൻ ഇങ്ങനെയാണ് ജോയിച്ചാനെ വിടുവിച്ച കർത്താവ് എന്നെ വിടുവിച്ചു എന്ന് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അവിടെ ഇരുന്ന് അങ്ങ് വിശ്വസിച്ചു. ഈ വിശ്വാസം ആമേൻ. അതിനുശേഷം സഭായമൊക്കെ പിരിഞ്ഞു. പതിവ് പോലെ അമ്മനച്ചാൻ്റെ വീട്ടിൽ ആഹാരമുണ്ട്. അമ്മാമ്മ നല്ല ആഹാരം ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി സ്പെഷ്യൽ ആഹാരമുണ്ട്. എല്ലാ ഞായറാഴ്ചയും അവിടെ ഇറച്ചിയുണ്ട്. ജോയിച്ചാണ്ടിച്ചാൻ ഇറച്ചി കഴിക്കും, ഞാൻ കഴിക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അന്നും പതിവ് പോലെ എൻ്റെ പാത്രത്തിൽ ഇറച്ചി വിളമ്പിയില്ല. എനിക്ക് സ്പെഷ്യൽ മീനോ എന്തോ അമ്മാമ്മ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ഇച്ചിരി ഇറച്ചി കിട്ടിയിരുന്നെങ്കിൽ കഴിക്കായിരുന്നു. ജോയിച്ചാനെ വിടുവിച്ച കർത്താവ് എന്നെയും വിടുവിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ അഭിമാനം അതിനെ അനുവദിക്കാഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചു മേടിച്ച് കഴിച്ചില്ല. പക്ഷെ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ വീട്ടിൽ ഇറച്ചി ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ നിന്ന് ഞാൻ കഴിക്കാമായിരുന്നു എന്ന് ചിന്തിച്ചു. വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ വീട്ടിൽ ഇറച്ചി ഉണ്ട്. ഞാൻ ചെന്നുടനെ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മയെ ജോയിച്ചാണ്ടിച്ചാനെ വിടുവിച്ച കർത്താവ് എന്നെയും വിടുവിച്ചു, അതുകൊണ്ട് എനിക്ക് ഇറച്ചി തരാൻ പറഞ്ഞു. കൃപയാൽ അന്ന് ഞാൻ ആ ഇറച്ചി മേടിച്ച് കഴിച്ചു. കൃപയാൽ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞു, ഇന്ന് വരെയും കർത്താവ് പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കർത്താവ് എന്നെ അന്ന് പൂർണ്ണമായി സൗഖ്യമാക്കി. സ്തോത്രം, സ്തോത്രം. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ മുമ്പോട്ട് പോകുന്നതായ സമയത്ത് എൻ്റെ ബൈബിൾ കോളേജ് പഠനമെല്ലാം കഴിഞ്ഞു. ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അന്ന് സഭാ ചാർജ് കല്ലമലയിൽ തരാനായിട്ട് അന്ന് വേക്കൻസി ഇല്ലാഞ്ഞ ഒരു സമയമായതുകൊണ്ട് ഞാൻ ശാന്തിപുരം എന്ന് പറഞ്ഞ നെടുങ്ങാടപ്പള്ളിക്ക് അടുത്ത് ശാന്തിപുരം എന്ന് പറയുന്ന എൻ്റെ പിതാവിൻ്റെ കുടുംബമൊക്കെ ഉള്ളതായ ആ പ്രദേശത്ത് ദൈവിക ആലോചന പ്രകാരം എനിക്ക് ദൈവം തന്ന ഒരു ഗൈഡൻസ് അനുസരിച്ച് അവിടെ ഏതാണ്ട് 2 വർഷക്കാലത്തോളം പ്രവർത്തിപ്പാൻ കർത്താവ് അവസരം തന്നു. അതിൽ നിന്ന് എൻ്റെ വല്യപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ്റെ കൊച്ചുമക്കളും അങ്ങനെ പലരും കൃപയാൽ അവിടെ വിശ്വാസത്തിൽ വരുവാനിടയായി തീർന്നു. അന്നും ഇന്നും കൃപയാൽ ഞങ്ങളുടെ മല്ലപ്പള്ളി വെസ്റ്റ് ദൈവസഭയുടെ അംഗങ്ങളായിട്ട് ഇന്നും അവരായിരിക്കുന്നു. അതിനുശേഷം എനിക്ക് കല്ലമലയിൽ നിന്ന് മറ്റ് പല സ്ഥലങ്ങളിലേക്ക് സഭാ ചാർജ് തന്നു. പലയിടങ്ങളിൽ അങ്ങനെ മാറി മാറി ശുശ്രൂഷ ചെയ്യുവാനൊക്കെ അവസരങ്ങളെ കർത്താവ് ഒരുക്കി തന്നു. അങ്ങനെ ഇരിക്കുന്നതായ സന്ദർഭത്തിൽ എനിക്ക് വിവാഹാലോചനകൾ പലത് വന്നു, ഒത്തിരി ആലോചനകൾ വന്നു. പക്ഷേ എനിക്ക് അന്നൊക്കെ എൻ്റെ അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ ചിന്ത ദൈവത്താൽ ഒരുക്കപ്പെടുന്ന ആ ഒരു തക്ക തുണയായിരിക്കണമെന്നുള്ള ഒരു നിർബന്ധം എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ആ വിഷയങ്ങളെല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പല ആലോചനകൾ വന്നു, പല പെൺകുട്ടികളെ പോയി കണ്ടു. പക്ഷെ അവിടെ ഒന്നും എനിക്ക്
അത് ഞാൻ ഇതെല്ലാം ഞാൻ പ്രാർത്ഥിക്കും. മാത്രമല്ല എൻ്റെ സ്നേഹിതന്മാരായ ചില ദൈവാസന്മാരോടും ഈ വിഷയങ്ങൾ പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു ദൈവിക നിയോഗപ്രകാരം മുമ്പോട്ട് പോയി. അങ്ങനെ ഇരിക്കുന്നതായ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഒരു പരസ്യം ഇന്ത്യൻ വാഞ്ചലിക്കൽ ടീമിൻ്റെ ഒരു മെസ്സഞ്ചറിൽ ഒരു പരസ്യം കൊടുക്കുകയും ആ പരസ്യം കണ്ട് വേറെ ആരും മറുപടി അയച്ചില്ല. എൻ്റെ വൈഫിൻ്റെ പേര് ലോയ്സി എന്നാണ്. ലോയ്സിയുടെ പിതാവ് മാത്രം അതിനൊരു മറുപടി ഇട്ടു. ആ കാര്യങ്ങൾ, ആ ആലോചന മുമ്പോട്ട് നടന്നു. പല തടസ്സങ്ങൾ, നിലമ്പൂരാണ് വൈഫിൻ്റെ വീട്. ഇത്രയും ദൂരവും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ ഈ വിവാഹം വേണ്ടാന്ന് വെച്ചു. പക്ഷേ അതിനു മുമ്പ് തന്നെ ദൈവം എനിക്ക് ഈ ഒരു അടയാളം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിലമ്പൂർ ചെന്നപ്പോഴാണ് എനിക്ക് അടയാളം ബോധ്യമായതും ഇതുതന്നെയാണ് ദൈവം ഒരുക്കിയതെന്ന് എനിക്ക് ബോധ്യപ്പെടാനിടയായി തീർന്നു. എന്നാൽ ഞാൻ പറഞ്ഞത്, അതിന് വിവാഹം നടക്കാതിരിക്കാൻ പല തടസ്സങ്ങൾ നേരിട്ടെങ്കിലും കൃപയാൽ ആ തടസ്സത്തെ എല്ലാം അതിജീവിച്ച് ഈ വിവാഹം നടക്കാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾക്ക് 2 മക്കളെ കർത്താവ് ദാനമായി നൽകുവാനിടയായി തീർന്നു. മൂത്ത മോന് അവൻ ഞാൻ ഓർപ്പിച്ചതുപോലെ ഫിസിയോതെറാപ്പിക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇളയ മോൻ BSc പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നതായ സമയത്ത് എനിക്ക് 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. അവര് കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ പത്തനംതിട്ടയ്ക്ക് അടുത്തുള്ള ഒരു ദൈവസഭയിലാണ് ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ എനിക്ക് ഹെർണിയ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായി. എനിക്ക് വലിയ വേദനയും വലിയ പ്രയാസവും എനിക്ക് നേരിടുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ എനിക്ക് കുഞ്ഞുങ്ങളെ എടുക്കുവാൻ, ഇവർ കൊച്ചു കുഞ്ഞുങ്ങളാണ്, എനിക്ക് ഇവരെ എടുക്കുവാനോ നോക്കുവാനോ ഒന്നും കഴിയത്തില്ല. അങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കല്ലുമല കുഞ്ഞുവച്ചാനും ഈ വിഷയം അറിയാം, എൻ്റെ രോഗവിവരവും. അദ്ദേഹം എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഹെർണിയ വളരെ ഇതായി, എനിക്ക് നേരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അന്ന് ഞാൻ പോയി വന്ന് ശുശ്രൂഷിക്കുക, പത്തനംതിട്ടയ്ക്ക് അടുത്തുള്ള വെട്ടിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് സൂക്ഷിക്കുക. അപ്പോൾ പലപ്പോഴും പ്രസംഗിക്കുന്നതൊക്കെ ഈ മേശ താങ്ങി നിന്ന അതുപോലെ വേദനയാണ്, കണ്ണിൽ കൂടെ പൊന്നീച്ച പറക്കുന്ന അതുപോലെ വേദനയാണ്. അങ്ങനെ ശുശ്രൂഷിച്ച് മുമ്പോട്ട് വരുമ്പോൾ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞാൻ അന്നൊന്നും ഈ ആശുപത്രിയെക്കുറിച്ചോ ഓപ്പറേഷനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാത്ത ഒരു കാലം. പക്ഷേ എനിക്ക് സൗഖ്യമാകുന്നില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, പക്ഷേ സൗഖ്യം ലഭിച്ചില്ല. തുടർന്ന് ഞാൻ കല്ലുമലയിൽ ചെന്നിട്ട് അപ്പച്ചനോട് പറഞ്ഞു, കല്ലുമല അപ്പച്ചനോട് പറഞ്ഞു, കുഞ്ഞോച്ചാനോട് പറഞ്ഞു, അപ്പച്ചാ എനിക്കിതുപോലെ ഒട്ടും നിവൃത്തിയില്ല, എഴുന്നേറ്റ് നിൽക്കുവാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് തീരുമാനമെടുത്തിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ കല്ലുമല കുഞ്ഞോച്ചാൻ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, കുഞ്ഞെ ഞാൻ അനുവദിക്കത്തില്ല, ഞാൻ അനുവദിച്ചിട്ട് കുഞ്ഞ് ചെയ്യണ്ട. അതുവരെ ഞാൻ പറഞ്ഞല്ലോ, ശുശ്രൂഷകന്മാർക്ക് ആർക്കും മരുന്ന് ചെയ്യുന്നവർക്ക് ആർക്കും ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു നിയമവും കാര്യങ്ങളും ഉള്ള ഒരു സന്ദർഭമാണ്. അപ്പോൾ അന്ന് തന്നെ എന്നോട് ഞാൻ പറഞ്ഞു, ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് ഇവർ കൗൺസിൽ ഒരു തീരുമാനമെടുത്തു. കർത്താവിൻ്റെ വേല ചെയ്യുന്ന ശുശ്രൂഷകന്മാർക്ക് അവർ മരുന്ന് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ അവരെ 3 മാസത്തേക്ക് ശുശ്രൂഷയിൽ നിന്ന് വിലക്കുന്നു എന്നുള്ള ഒരു സർക്കുലർ ഇറക്കി. അങ്ങനെ ഞാൻ ഓപ്പറേഷൻ ചെയ്തു. എന്നെ 3 മാസം ശുശ്രൂഷയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ 3 മാസം ഞാൻ ഭവനത്തിൽ വിശ്രമിക്കുകയാണ്. സഭയിൽ നിന്ന് വരുമാനമില്ല. അന്നേരം പകരം ദൈവദാസനെ അവിടെ അയച്ചു. സഭയിൽ നിന്ന് വരുമാനമില്ല, വേറൊന്നും ഒരു വരുമാനവും ഇല്ല. കൊച്ചു കുഞ്ഞുങ്ങളാണ്, കുഞ്ഞുങ്ങൾ നല്ല ചിലവുണ്ട്, വീട്ടിലെ ചിലവൊന്നുമില്ല, വരുമാനമൊന്നുമില്ല. അങ്ങനെ സമയങ്ങൾ മുമ്പോട്ട് പോയി. ചുരുക്കം പറഞ്ഞാൽ കയ്യിലുണ്ടായിരുന്ന ചെറിയ ഫോണ് വരെ വിൽക്കേണ്ടതായ സന്ദർഭമുണ്ടായി. ഇങ്ങനെ ഇരിക്കുന്നതായ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, എന്നെ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ KV ജോർജ്, അദ്ദേഹം അതിനുശേഷം അമേരിക്കയിലെ ഡാളസിൽ അദ്ദേഹം പോയി അവിടെ ശുശ്രൂഷകനായിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ഞാൻ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുന്ന, എനിക്ക് പൈസയില്ല, ഒത്തിരി ബുദ്ധിമുട്ട്, ഒത്തിരി പ്രയാസം സാമ്പത്തികമായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ KV ജോർജ് എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ അമേരിക്കയിൽ നിന്ന് ഞാൻ മുമ്പേ ഓർപ്പിച്ച പാസ്റ്റർ ജോയ് ചാണ്ടി അവരുകളെ വിളിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ ഈ ഓപ്പറേഷൻ്റെ വിഷയവും
ഞാനിപ്പോൾ വീട്ടിൽ വിശ്രമിക്കുന്ന വിഷയവും KV ജോർജ് പാസ്റ്ററോട് പറയുവാനിടയായി തീർന്നു. അങ്ങനെ KV ജോർജ് പാസ്റ്റർ എന്നെ അമേരിക്കയിൽ നിന്ന് ഫോണിൽ വിളിച്ചു, സംസാരിച്ചു. ബിനു, ഞാൻ ഇങ്ങനെ ജോയിച്ചാണ്ടിച്ചൽ നിന്ന് വിവരം അറിഞ്ഞു, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടുത്തെ സഭയിൽ ബിനുവിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞ് ഇവിടുന്ന് എന്തെങ്കിലും ഒരു സാമ്പത്തിക ഹെൽപ്പ് ഞാൻ ചെയ്യാം. ഞാൻ ഹെൽപ്പ് ചോദിച്ചില്ല, ഞാൻ ചോദിക്കുന്ന ആളുമല്ല. പക്ഷെ അദ്ദേഹം ഇത് മനസ്സിലാക്കി എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവിടെ നിന്നൊരു ഹെൽപ്പ് അവരെ കൊണ്ട് ചെയ്യിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ സഭയിൽ പറഞ്ഞ് അവിടുന്ന് ഒരു അല്പ ഹെൽപ്പ് എനിക്ക് ചെയ്യാൻ വേണ്ടി അവിടുന്ന് ഒരു ചെക്ക് അവിടുന്ന് അയച്ചു തരുവാനിടയായി തോന്നുന്നു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ആ സമയത്തെന്ന് പറയുന്നത് ഞങ്ങൾ അന്ന് നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന വീട് വിറ്റ് ഞങ്ങൾ നെടുങ്ങാടപ്പള്ളിക്ക് അടുത്ത് മറ്റൊരു വീട് വാങ്ങിച്ച് അവിടെ താമസം തുടങ്ങി. അധികം നാളാകുന്നില്ല. അപ്പം ഞങ്ങളുടെ പോസ്റ്റ്മാനോ ആർക്കും ഞങ്ങൾ അങ്ങനെ താമസിക്കുന്ന ഒരു അറിയത്തില്ല, ഞങ്ങൾ അത് ഇൻഫോം ചെയ്തുമില്ലായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ എനിക്ക് അയച്ച ഈ ചെക്ക് നെടുങ്ങാടപ്പള്ളി പോസ്റ്റിൽ വന്നു. അപ്പോൾ അവരന്വേഷിച്ചിട്ട് അവർക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. വീണ്ടും അത് തിരുവല്ലയ്ക്ക് അയച്ചു. രജിസ്റ്റേർഡ് ആയതുകൊണ്ട് ഇത് കീറിക്കളയാൻ പറ്റാത്തത് കൊണ്ട് ഇത് കിടന്ന് കറങ്ങി ചുരുക്കം പറഞ്ഞാൽ എൻ്റെ പണിഷ്മെന്റ് പീരീഡ് 3 മാസം കഴിയുന്നിടം വരെയും ഇത് എൻ്റെ കയ്യിൽ കിട്ടാതെ 3 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ചെക്ക് എൻ്റെ കയ്യിൽ ലഭിക്കുന്നതും. പിന്നീട് അത് ചെക്ക് മാറി വരുമ്പോൾ സോദര സമയമെടുത്തു. അപ്പം ഞാൻ പറഞ്ഞത്, ദൈവം എന്നെ ഒത്തിരി അനുഭവങ്ങളിൽ കൂടെ സാമ്പത്തികമായിട്ട് ഒക്കെ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നുപോയെങ്കിലും ആമേൻ അവിടെ ഒന്നും സോദരം അധൈര്യപ്പെടാനിടയായി തീർന്നില്ല. മാത്രമല്ല ഒരു കാര്യം കൂടെ, ഈ 3 മാസം കഴിഞ്ഞപ്പോൾ കല്ലുമലയിൽ നിന്ന് കുഞ്ഞുവഞ്ചാന് വിളിച്ചേച്ച് പറഞ്ഞു, ബിനു ഒരു കാര്യം ചെയ്യണം, അടുത്ത ഞായറാഴ്ച മല്ലപ്പള്ളി സഭയിൽ ചെന്നേച്ച് സോദരം ഒരു സാക്ഷ്യം പറയണം. കർത്താവിൻ്റെ സന്നിധിയിൽ ഓപ്പറേഷൻ ചെയ്ത് തെറ്റായി പോയി എന്ന് ദൈവസന്നിധിയിൽ കുറ്റം ഏറ്റുപറഞ്ഞ് സോദര ക്രമീകരണം പ്രാപിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ഞായറാഴ്ച മല്ലപ്പള്ളി സഭയിൽ ചെന്ന് സോദരൻ ഞാൻ സാക്ഷ്യത്തിന് എഴുന്നേറ്റിട്ട് ഞാൻ പറഞ്ഞു, ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ കർത്താവിനെ വിടുവിച്ച അത്ഭുതങ്ങൾ എനിക്കറിയാം, ഞാൻ വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രതിസന്ധിയിൽ എനിക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിഞ്ഞില്ല. അതെൻ്റെ കുറവ് തന്നെയാണ്. ആമേൻ. അത് ദൈവം ഇന്നും വിടുവിപ്പാൻ ശക്തനാ. എൻ്റെ കുറവ് കൊണ്ട്, എൻ്റെ ബലഹീന കൊണ്ട് എനിക്കത് പ്രാപിപ്പാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ദൈവസഭ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ആമേൻ ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നു. സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞ് സഭായം കഴിഞ്ഞ് ആമേൻ ദൈവദാസനും ഉൾപ്പെടെ വിശ്വാസികളൊക്കെ എന്നോട് വന്ന് പറഞ്ഞു, ബിനു ധൈര്യപ്പെടേണ്ട, ദൈവം സഹായിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ബലപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. അങ്ങനെ മുമ്പോട്ട് കാര്യങ്ങൾ പോയി. അങ്ങനെ ഇരിക്കുന്നതായ സന്ദർഭത്തിൽ ഞാൻ മല്ലശ്ശേരി ദൈവസഭയിൽ ശുശ്രൂഷിക്കാറുണ്ട്. പത്തനംതിട്ടയ്ക്കടുത്ത് മല്ലശ്ശേരി ശുശ്രൂഷിക്കുന്ന ഒരു സന്ദർഭത്തിൽ എനിക്ക് സുവിശേഷ വേലയിൽ ഒത്തിരി പ്രതികൂലങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ നല്ല കർത്താവ് പലതും തട്ടി മാറ്റിയ അനുഭവങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു രാത്രിയല്ല, പല രാത്രികളിൽ അത് ഒരു സത്യം പറഞ്ഞാൽ ആ ഹോളിരിക്കുന്നത് ഒരു തൊട്ടടുത്ത വീടുകളൊന്നും ഇല്ലാത്തൊരു ഒരു സ്ഥലവും കൂടെ. അപ്പം അങ്ങനെ 4 വർഷം ഞാൻ അവിടെ ശുശ്രൂഷിച്ചു. ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ഞങ്ങളുടെ പാഴ്സനേജിൻ്റെ വാതിലിൽ വന്ന് രാത്രി കാലങ്ങളിൽ മുട്ടാറുണ്ട്. പക്ഷേ എൻ്റെ ഭാര്യ പറയും, അച്ചാച്ച ആരോ വന്നു, ഡോറെ മുട്ടുന്നു, കഥ തുറക്കാൻ പറയും. അപ്പം ഞാൻ പറയുന്ന കാര്യം സോദരം, മാന്യന്മാരാണെങ്കിൽ ഫ്രണ്ടിൽ ആ ഹോളും അതിൻ്റെ കഥവും, ഇത് പാഴ്സനേജ് പുറകില്ല. മാന്യന്മാരാണെങ്കിൽ ഹോളിൻ്റെ വാതിലയിലാണ് മുട്ടണ്ടിയെ, പാഴ്സനേജിൻ്റെ പുറകിലത്തെ വാതിലയിലല്ല. അതുകൊണ്ട് മാന്യന്മാരാണെങ്കിൽ ഫ്രണ്ടിൽ മുട്ടട്ടെന്ന് പറഞ്ഞ് ഞാൻ പലപ്പോഴും എന്ത് ചെയ്തു, ഈ എൻ്റെ ഭാര്യ പറഞ്ഞ വാക്കിനെ ഞാൻ അവഗണിക്കാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ വാതിൽ തുറക്കാതെ കിടന്നുറങ്ങിയിട്ടുണ്ട്. ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഞാൻ അവിടുന്ന് ട്രാൻസ്ഫറായി അടുത്ത സ്ഥലത്ത് ചെന്നപ്പോൾ ഞാൻ അറിയാത്ത ഒരു ദൈവദാസൻ എന്നോടൊരു ദൂത് പറഞ്ഞു, മോനെ, നീ കഴിഞ്ഞ നാളുകളിൽ നിന്റെ പാഴ്സനേജിൻ്റെ ഡോറിൽ ആമേൻ വന്ന് മുട്ടിയിട്ട് വടിവാളുമായിട്ട് സുവിശേഷ വിരോധികൾ വന്ന് നിന്നെ ആമേൻ ഇല്ലാതാക്കാൻ വേണ്ടി വടിവാളുമായിട്ട് കാവൽ നിന്നു. ഡോറിൽ മുട്ടിയ സമയത്ത് നീ തുറക്കാതിരുന്നത് ആമേൻ ഞാൻ നിന്നെ അനുവദിക്കാഞ്ഞിട്ടാണ് തുറക്കാഞ്ഞതെന്ന്
എന്നോട് ദൂത് പറയാം. അന്നേരമാണ് ഇതിൻ്റെ ആ ആ ഗൗരവം എനിക്ക് മനസ്സിലാക്കാൻ ഇടയായത്. ഞാൻ അവിടെ നിന്ന് ട്രാൻസ്ഫറായി മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു അറിവ് ദൈവാത്മാവ് എനിക്ക് പകർന്നു തന്നത്. ആമേൻ. അവിടെ വെച്ച് എനിക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പിന്നെ അധൈര്യപ്പെട്ടേനെ. പക്ഷേ അധൈര്യപ്പെടുവാനൊന്നും ഇടയാകാതെ ദൈവം എന്നെ അവിടെ നിന്നെല്ലാം സഹായിച്ച് അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുന്നതായ സമയത്ത് വീണ്ടും ഈ മല്ലശ്ശേരിയിൽ വെച്ച് തന്നെ എനിക്ക് വീണ്ടും എൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഹെർണിയ ഉണ്ടായി. അപ്പോൾ എനിക്ക് വലിയ പ്രയാസമായി. കാര്യം ആദ്യത്തേത് സർജറി ചെയ്യേണ്ടതായിട്ട് വന്നു. രണ്ടാമത്തേതിന് വേണ്ടി ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ തീരുമാനമെടുത്തു. ആദ്യത്തേത് ഞാൻ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചു. രണ്ടാമത്തെ വിഷയത്തിൽ ഞാൻ പ്രാരംഭത്തിൽ തന്നെ ഞാൻ കല്ലുമല കുഞ്ഞോൻചാനോട് അപ്പച്ചനോട് ഞാൻ പറഞ്ഞു, അപ്പച്ച ഇതുപോലെ എനിക്ക് രണ്ടാമതും റൈറ്റ് സൈഡിൽ ഹെർണിയ ഉണ്ടായിട്ടുണ്ട്, മോനെ ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് അപ്പച്ചനും ആ സമയത്ത് ബലഹീനനായി, ശാരീരികമായി ബലഹീനനായി. അങ്ങനെ അദ്ദേഹം എനിക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം ഞാൻ ഒരു സന്ദർഭത്തിൽ അപ്പച്ചൻ ഒരു വിവാഹം നടത്താൻ വേണ്ടി ഒരിടത്ത് വന്ന സമയത്ത്, അദ്ദേഹം വിവാഹം നടത്തി കടന്നു പോകുന്ന സമയത്ത്, അദ്ദേഹത്തെ യാത്ര ചെയ്യിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അപ്പച്ച എനിക്ക് റൈറ്റ് സൈഡിൽ വീണ്ടും ഹെർണിയ ആയിട്ടുണ്ട്. അല്ല മോനെ, എനിക്കറിയാമല്ലോ, ഞാൻ ഇന്ന് രാവിലെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പച്ച എനിക്ക് അതങ്ങ് സർജറി ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യും, മോൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അന്ന് എന്നെ അനുവദിച്ചില്ല ആദ്യം. പക്ഷെ ഇപ്പോൾ എന്നോട് പറഞ്ഞു, ഓക്കെ മോൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സർജറി ചെയ്തു. ദൈവ മക്കളെ പറയട്ടെ, എന്ന് ഞങ്ങളുടെ സെഷൻ പാസ് എന്നോട് പറഞ്ഞു. ആദ്യത്തെ സർജറി കഴിഞ്ഞത്തെ ആദ്യത്തെ ഞായറാഴ്ച അദ്ദേഹം വന്ന് സഭായോഗം നടത്തി. രണ്ടാമത്തെ ഞായറാഴ്ച മറ്റൊരു ദൈവദാസനെ അയച്ചു. മൂന്നാമത്തെ ഞായറാഴ്ച സെക്ഷൻ പാസ് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ബിനുപാസ് തന്നെ അങ്ങ് സഭായോഗം നടത്തിക്കൂ, ഇരുന്നുകൊണ്ട് പ്രസംഗിച്ചാൽ മതി, നിൽക്കണ്ട എന്ന് പറഞ്ഞു. കൃപയാൽ എനിക്ക് രണ്ടാം വട്ടം പണിഷ്മെന്റ് തന്നില്ല. പണിഷ്മെന്റ് തന്നിരുന്നെങ്കിലും സന്തോഷത്തോടെ ഞാൻ സ്വീകരിച്ചതിന് ഒരു കുഴപ്പവും ഇല്ല. ലേലു ഇന്നും ഞാൻ പറയട്ടെ, ദൈവത്തിനും നടത്തിപ്പുകാർക്കും കീഴടങ്ങി അവർ പറയുന്നത് ദോഷമായാലും ഗുണമായാലും അംഗീകരിച്ച് ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ഒരു ദോഷവും ദൈവം തന്നിട്ടില്ല. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ആയിരിക്കുന്നതായ ഈ സമയത്ത് എൻ്റെ രണ്ടാമത്തെ മകൻ ഫിലമോൻ തോമസ്, മോന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അതും ഈ മല്ലശ്ശേരി വെച്ച് തന്നെ. അവന് ഇതുപോലെ ഓടി നടന്ന കുഞ്ഞാണ്. പക്ഷെ പെട്ടെന്ന് അവൻ്റെ കാല് രണ്ടും പോളിയോ ബാധിച്ച പിള്ളേരെ പോലെ ബലഹീനമായി പോകാനിടയെ തുടങ്ങും. നടക്കാൻ കഴിയത്തില്ല. ഓടി നടന്ന കുഞ്ഞ് നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടെ കടന്നു പോകാനിടയെ തുടങ്ങും. അങ്ങനെ ഞങ്ങൾ ഈ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യമൊക്കെ വളരെ പ്രയാസമാണ്. കാര്യം അങ്ങനെ ഒരു പശ്ചാത്തലം അല്ലാത്തത് കൊണ്ട് എനിക്ക് വളരെ പ്രയാസമുണ്ട്. ആശുപത്രിയിൽ പോകുന്നതും ഡോക്ടർമാരെ കാണുന്നതും ഒക്കെ എനിക്ക് വലിയ പ്രയാസമാണ്. പക്ഷേ നിവൃത്തികേട് കൊണ്ട് ഈ കുഞ്ഞിനെ കൊണ്ട്, അപ്പം ഇവൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 10 വയസ്സുണ്ട്. ഈ കുഞ്ഞിനെ അവൻ നടക്കത്തില്ല, എടുത്തുകൊണ്ട് പോവാം. അപ്പം ഞാൻ പലപ്പോഴും സ്കൂളിൽ ബൈക്കിനാ 2 കുഞ്ഞുങ്ങളെ കൊണ്ടുവിടുന്നത്. അന്ന് കോന്നിയിലാണ് ഇവർ പഠിക്കുന്നത്. 2 കുഞ്ഞുങ്ങളെയും സ്കൂളിൽ കൊണ്ടുവിടും. അവസാനം കുഞ്ഞിൻ്റെ കാല് വയ്യാതായ പിന്നെ സ്കൂളിൽ വിടാതായി. അപ്പോൾ ടീച്ചർമാർ എന്നോട് പറയും, പാസ്റ്ററെ അവനെ സ്കൂളിൽ വിട്ടേരെ, അവന് ഞങ്ങളിവിടെ വേണ്ടുന്ന ക്രമീകരണം ചെയ്തു കൊടുത്തോളാം, അവൻ്റെ കാല് കളത്തി വെക്കാൻ വേണ്ടി ഞങ്ങൾ കസേരയൊക്കെ ഇട്ട് അവനെ ഞങ്ങൾ നോക്കിക്കോളാം, പാസ്റ്റർ ഇവിടെ കൊണ്ട് വിട്ടാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബൈക്കേൽ ഇവരെ കൊണ്ടു. അപ്പം ഈ പോകുന്ന വഴിക്ക് എൻ്റെ കുഞ്ഞിന് കാല് ഈ വണ്ടിയിൽ ഇരിക്കത്തില്ല, ഒത്തിരി പ്രയാസമാണ്. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടിൽ കൊണ്ടുവിട്ടു ദൈവമക്കളെ. അങ്ങനെ കുറേ നാൾ മുമ്പോട്ട് ഇത് പോയി. അങ്ങനെ എനിക്ക് ഞങ്ങൾക്ക് ടീമിൻ്റെ വർക്കുണ്ട്. ഞങ്ങളുടെ ടീമിലുള്ള ദൈവദാസന്മാരെല്ലാം ഞാൻ ഒരാഴ്ച കംപ്ലീറ്റ് ഉപവസിച്ച്, ഞങ്ങൾ കുടുംബമായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനമെടുത്തു. ഇതിൻ്റെ ഇടയ്ക്കിൽ കോന്നി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ കടന്നുപോയി, ട്രീറ്റ്മെൻറ്റിന് പോയി. അപ്പം ഞങ്ങൾ ഈ കുഞ്ഞിനെ എടുത്തോണ്ടാണ് പോകുന്നത്. 10 വയസ്സുള്ള കുഞ്ഞിനെ എടുത്തോണ്ട് ചെല്ലുമ്പോഴത്തേന് ആൾക്കാരെല്ലാം നോക്കുക, ഇവനെന്ത് പറ്റി.
അങ്ങനെ എനിക്ക് അവിടെ ഒരു മുൻഗണന ഉണ്ടായിരുന്നു. ഈ കുഞ്ഞിൻ്റെ അവസ്ഥ, ഒരു പീഡിയാട്രിക് ഡോക്ടർ ഉണ്ടായിരുന്നതുകൊണ്ട് ഡോക്ടർ നമുക്ക് അങ്ങനെ ഒരു മുൻഗണന തന്നായിരുന്നു. അങ്ങനെ പോയി ട്രീറ്റ് ചെയ്യപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, കോട്ടയത്തുള്ള ECHൽ കൊണ്ടുപോയി ഒന്ന് ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം എന്നെ ECHൽ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ അവിടെയും കൊണ്ടുപോയി പരിശോധന എല്ലാം ചെയ്യിച്ചു, ബ്ലഡ് എല്ലാം പരിശോധിച്ചു. പക്ഷെ ഇതെല്ലാം ചെയ്തെങ്കിലും ഒരു രോഗവും അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. അവസാനമായിട്ട് ഞങ്ങൾ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനമെടുത്തു. അപ്പോൾ ഈ കുഞ്ഞ് ഞങ്ങളെ ആരും ഇവൻ്റെ ദേഹത്ത് തൊടിയിക്കുകയല്ല, ഭയങ്കര വേദന, അതിവേദനയാണ്. അങ്ങനെ ഒരു ആഴ്ച ഞങ്ങൾ ടീമുകാരെല്ലാം വന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് അവസരങ്ങൾ ഒരുക്കുവാനിടയായി തീർന്നു. അങ്ങനെ ആ ഉപവാസ പ്രാർത്ഥനയിൽ ഏതാണ്ട് ഭാഗികമായിട്ടൊരു വിടുതൽ ലഭിച്ചു. പൂർണ്ണമായൊരു വിടുതൽ ലഭിച്ചില്ല. അല്പം വേദനയ്ക്ക് ഒരു ആശ്വാസം തോന്നി. അങ്ങനെ മുമ്പോട്ട് കടന്നുപോയൊരു ദിവസം ഞാൻ ഓർക്കുന്നു. എൻ്റെ മൂത്ത മോന് വളരെ പനിയായി പ്രയാസമായി തീർന്നു. അങ്ങനെ ഞാൻ അവനെ കോന്നി ആശുപത്രിയിൽ കൊണ്ടുപോയി. തിരിച്ചു വരുന്നതായ സമയത്ത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഈ പോളിയോ വന്ന കുഞ്ഞുങ്ങൾ നിലത്തൂടെ നിരങ്ങുന്ന അനുഭവത്തിലായിരുന്നു ഞാൻ ആശുപത്രിയിലേക്ക് പോകുന്ന സമയത്ത് ഇവനെ കണ്ടത്. പക്ഷെ തിരിച്ചു വരുന്നതായ സമയത്ത് ഉള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്, സോദരം, എൻ്റെ ഭാര്യ ഈ കുഞ്ഞിനെയും കൊണ്ട് ആ ഹോളിൽ കൂടെ ഒരു പാട്ടുപാടി സോദരം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ആമേൻ നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ രോഗങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ എന്നുള്ള ആ പാട്ട് ആമേൻ എൻ്റെ ഭാര്യ ഈ കുഞ്ഞിനെയും കൊണ്ട് ആ ഹോളിൻ്റെ ചുറ്റും നടന്ന്, ഹോളിൻ്റെ അകത്തൂടെ പ്രാർത്ഥിച്ച് അവള് മറ്റ് എല്ലാ ശ്രദ്ധയും മാറി ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് പാടി ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ദൈവം അത്ഭുതം എന്ന് പറയട്ടെ, ആമേൻ കുഞ്ഞ് പൂർണ്ണമായി സൗഖ്യമായി ആമേൻ കാലൂന്നി എഴുന്നേറ്റ് നടക്കുവാനിടയായി തീർന്നു. ഞാൻ അങ്ങോട്ട് കോന്നിക്ക് പോകുമ്പോൾ ആമേൻ എഴയുന്നവനായി ഞാൻ കണ്ടെങ്കിൽ തിരിച്ചു വന്നപ്പോൾ അവൻ സന്തോഷത്തോടെ ആമേൻ ഓടി നടക്കുന്നതായിട്ട് കാണാനിടയായി തീർന്നു. തുടർന്ന് അവന് സ്പോർട്സിലും മറ്റ് പല കാര്യങ്ങളും അവന് ചെയ്യുവാൻ കർത്താവ് കൃപ കൊടുത്തു. 5 വർഷം അവന് NCCയിൽ വർക്ക് ചെയ്യുവാനായിട്ട് കർത്താവിനെ സഹായിച്ചു. ഇന്ന് എങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. കർത്താവ് അത്ഭുതം ചെയ്തു. മരുന്നുകൊണ്ടൊന്നുമല്ല, മരുന്നൊക്കെ ചെയ്തെങ്കിലും ഒരു വിടുതൽ ലഭിച്ചില്ല. പലരും ആശുപത്രിയിൽ ചെന്നപ്പോൾ പല സ്ത്രീകളും എൻ്റെ ഭാര്യയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് രോഗമൊന്നുമല്ല, ഈ കൊച്ച് നന്നായിട്ട് പഠിക്കുന്ന കൊച്ചാ, ഇത് വേറെയാ, ഇന്നടത്ത് പോയാൽ ഇന്നടത്ത് ചെന്നാൽ നിങ്ങൾക്ക് വിടുതൽ കിട്ടും. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞൊരു കാര്യം, എൻ്റെ കുഞ്ഞ് മരിച്ചു പോയാലും അന്യദേവനെ സേവിക്കാൻ പോകത്തില്ല. കർത്താവ് എൻ്റെ കുഞ്ഞിനെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും അന്യദേവനെ സേവിക്കാൻ പോകത്തില്ല എന്നൊരു തീരുമാനം അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃപയാ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം അത്ഭുതകരമായി പൈതലിനെ വിടുവിപ്പാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം ഞങ്ങള് മല്ലശ്ശേരിയിൽ നിന്ന് ഞങ്ങള് മറ്റ് ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫറായി ഒക്കെ പോയി. അപ്പോൾ ഞാനൊരു അനുഭവം കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഞാൻ വിവാഹമൊക്കെ കഴിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ഡിഗ്രി കഴിഞ്ഞതാണ്. അപ്പോൾ ഈ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ ഇവിടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേര് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പെൻഷൻ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് തൊഴിലില്ലാ വേതനം ലഭിക്കുന്നതായ സമയമായപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് ലോയ്സിയുടെ പിതാവ് ആ ഫോമും കൊണ്ട് ഇവിടെ വന്നു. അത് പൂരിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ അതിന് അനുവദിച്ചില്ല. കാര്യം ഞാൻ പറഞ്ഞത് ഇത്രയും മാത്രമാണ്, ആമേൻ, ഇത് തൊഴിലില്ലാ വേതനമാണ്. നമുക്ക് തൊഴിലില്ലാ വേതനത്തിന് അർഹതയില്ല. കാര്യം നമ്മൾ തൊഴിലുള്ളവരാ. കാര്യം നമ്മൾ ചെയ്യുന്ന പോലെ ഒരു വേല ഭൂമി വേറെ ഒന്നുമില്ല. സുവിശേഷ വേല എന്ന് പറയുന്നത് ഏറ്റവും പരമപ്രധാനമായ വേലയാ. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്തിട്ട് സർക്കാരിൻ്റെ തൊഴിലില്ലാ വേതനം മേടിക്കുന്നത് ന്യായമല്ല എന്ന് പറഞ്ഞ് ഞാൻ ഈ തൊഴിലില്ലാ വേതനം നിരസിക്കുവാനിടയായി തീർന്നു. അതെൻ്റെ ഭാര്യയ്ക്കും പ്രയാസം ഉണ്ടായി. അതിനപ്പുറമായിട്ട് എൻ്റെ ഫാദർ ഇൻ ലോയ്ക്കും
വളരെ പ്രയാസമുണ്ടായി. അദ്ദേഹം എന്നെ നേരിട്ട് വള്ളമൊന്നും പറഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആമേൻ, ഞാനിതെല്ലാം സന്തോഷത്തോടെ സഹിച്ചു. ഞാൻ എൻ്റെ ഭാര്യയോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെട്ടു. ഞങ്ങൾ സന്തോഷത്തോടെ മുമ്പോട്ട് കടന്നു പോവുകയാണ്. അങ്ങനെ ഇരിക്കുന്നതായ സന്ദർഭത്തിൽ ഞാൻ മറ്റൊരു ചർച്ചിൽ കടന്നു ചെന്നു. അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് എൻ്റെ ലോയിസിക്ക്, എൻ്റെ ഭാര്യയ്ക്ക് 38 വയസ്സായി ആ സമയത്ത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവമക്കളെ, നമ്മുടെ വിശ്വാസമൊക്കെ വർദ്ധിക്കാൻ വേണ്ടി ഒരു കാര്യം പറയുക. ആമേൻ, ഒരു അമ്മച്ചി, ഒരു അധ്യാപികയായിരുന്നു. ഈ അമ്മച്ചി ഒരു ദിവസം വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് അല്പം നേരത്തെ കടന്നു വരുവാനിടയായി തീർന്നു. ഞാൻ ആ സമയത്ത് ഹോളൊക്കെ ഒന്ന് വൃത്തിയാക്കി പായൊക്കെ ഇട്ട് ക്രമീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അമ്മച്ചി നേരത്തെ അവിടെ വന്നേച്ച് എന്നോട് ചോദിച്ചു, പാസ്റ്ററെ ലോയിസി എന്ത് ചെയ്യുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മച്ചി മോളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ലോയിസി ഒന്ന് വിളിക്കാൻ പറഞ്ഞു. സാധാരണ അമ്മച്ചി കൊണ്ട് ദശാംശമൊക്കെ തരുന്നത് എൻ്റെ കയ്യിലാണ്. പക്ഷേ അമ്മച്ചി ലോയിസി ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഞാൻ മോളിൽ ചെന്ന് മേളത്തെ നിലയിലാണ് പാഴ്സനേജ്, ലോയിസിയെ വിളിച്ചുകൊണ്ട് വന്നു. ഈ അമ്മച്ചി ലോയിസി താഴെ വന്നു. അമ്മച്ചി ലോയിസിയുടെ കയ്യിൽ 100, അന്ന് 2000-ന്റെ നോട്ടൊന്നും പിൻവലിക്കുന്നതിന് മുമ്പാണ് 2000-ന്റെ 100 നോട്ട് എടുത്ത് ഈ അമ്മച്ചി എൻ്റെ വൈഫിൻ്റെ കൊടുത്തു. ഉടനെ തന്നെ എൻ്റെ വൈഫിന് ഒരു കാര്യം ബോധ്യമായി. അന്ന് തൊഴിലില്ലാ വേതനം നിരസിച്ചതിൻ്റെ ആ വേതനമെല്ലാം കൂടി ഒന്നിച്ച് അതിൻ്റെ പലിശ, ആമൻ കൂട്ടുപലിശ, ആമൻ എല്ലാം സഹിതം ദൈവം ആമൻ 2000-ന്റെ 100 നോട്ട് എൻ്റെ ഭാര്യയുടെ കൈ കൊടുത്തു. അവക്കത് ആമൻ വലിയ വിശ്വാസമായി മാറാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ആമൻ, ഞാൻ പറഞ്ഞ് വന്ന താല്പര്യം, നമ്മൾ കർത്താവിന് വേണ്ടി എന്തു വേണ്ടെന്ന് വെച്ചാലും അതിനപ്പുറമായിട്ട് ആമേൻ നമ്മളെ സഹായിപ്പാൻ കഴിയുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. അങ്ങനെ ആമേൻ തൊഴിലില്ലാ വേതനം വേണ്ടെന്ന് വെച്ചത് കൊണ്ട് ആമേൻ ദൈവം കടക്കാരനായില്ല. ഞാനത് പല പ്രാവശ്യവും കൂട്ടി നോക്കി. എത്ര കൂട്ടി നോക്കിയിട്ടും ഹല്ലേലൂയ ഒരു കാര്യം മനസ്സിലായി. ആമേൻ, ഞാൻ ഓരോ മാസത്തെ തൊഴിലില്ലാ വേതനം ഇത്രയും വർഷത്തെ ഒന്നിച്ചു കൂട്ടിയിട്ട് ആമേൻ ഈ തന്ന പൈസയുടെ അടുത്തെങ്ങും വരികയില്ല. സ്തോത്രം. അത്രമാത്രം അതിനു മുമ്പും ഇങ്ങനെ ഒരു തുക ലഭിച്ചിട്ടില്ല, അതിനുശേഷവും ലഭിച്ചിട്ടില്ല. ആമേൻ, സ്തോത്രം. അപ്പൊ ദൈവം ഇടപെടേണ്ടവരോട് ഇടപെടുകയും തരേണ്ട സമയത്ത് ദൈവം നമ്മുടെ ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ആ കർത്താവിനെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. അങ്ങനെ മുമ്പോട്ട് പോയതായ സമയത്ത് അടുത്ത സഭയിൽ കടന്നു ചെന്നു. അത് റാന്നിക്കടുത്തൊരു സഭയാണ്. അവിടെ ഞങ്ങൾ സഭാചാർജിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ വൈഫിന് ഭയങ്കരമായ നെഞ്ചിനകത്ത് വേദനയുണ്ടായി. അങ്ങനെ നെഞ്ചിനകത്ത് വേദനയുണ്ടായ സമയത്ത് ഞങ്ങൾ BP, അവൾക്ക് നേരത്തെ തൊട്ട് BP അല്പം കൂടുതലുണ്ട്. BP നോക്കിയപ്പോൾ BP ഭയങ്കരമായിട്ട് ഷൂട്ടായി നിൽക്കുന്നു. അപ്പോൾ മോനെ പെട്ടെന്ന് അവന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവൻ്റെ സിംറ്റം എല്ലാം നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, പപ്പാ ഇത് വെച്ചോണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ഇത് അറ്റാക്കിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണുന്നു, അതുകൊണ്ട് വേഗത്തിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ റാന്നി ഹോസ്പിറ്റലിൽ കടന്നുപോയി. അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായി. ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ സഹോദരൻ തുടർന്ന് ഉള്ള ട്രീറ്റ്മെൻറ്റ് കല്ലിശ്ശേരിയിലുള്ള KM ചെറിയാൻ്റെ ഹോസ്പിറ്റലിൽ കടന്നുപോയി. അവിടെ ചെന്ന് ട്രീറ്റ് ചെയ്തു. അവിടെ ചെല്ലുമ്പോഴും ഡോക്ടേഴ്സ് പറയുന്നത് ഒരു 42 വയസ്സുള്ള ഒരു സ്ത്രീക്ക് ഹാർട്ട് അറ്റാക്ക് വരത്തില്ല എന്ന് പറഞ്ഞ് അവർ പ്രാഥമികമായ ചികിത്സയെല്ലാം നടത്തി ഞങ്ങളെ വിട്ടു. 4 ദിവസം അവിടെ അഡ്മിറ്റായി, ഡിസ്ചാർജായി വീട്ടിൽ പോരുന്നു. അങ്ങനെ വീട്ടിൽ പോരുന്ന ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അറ്റാക്ക് ഉണ്ടായി. അങ്ങനെ വീണ്ടും അവിടെ തന്നെ അഡ്മിറ്റായി. പരിശോധിച്ചപ്പോൾ വീണ്ടും അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ട് അങ്ങനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുവാനും അങ്ങനെ ഒക്കെ കർത്താവ് അവിടുന്നൊക്കെ വിടുവിപ്പാനും ഇടയായി തീർന്നു. അങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് നാളുകളായിട്ട് എനിക്ക് നടുവിന് വേദനയുണ്ട്. പക്ഷേ കൂടുതലും ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഒരു അനുഭവമായതുകൊണ്ട് ഞാൻ ഇത് കാര്യമാക്കിയില്ല. അങ്ങനെ ഇരിക്കുന്നതായ സമയത്ത് 2023 ലാസ്റ്റ് വന്നപ്പോൾ ഒരു നവംബർ മാസം
ഒക്കെ ആകുന്ന സമയത്ത് വന്ന് എനിക്ക് നടുവിന് ഭയങ്കര വേദനയാണ്. പലപ്പോഴും ഞാൻ ബൈക്കിൽ നിന്ന് അവിചാരിതമായ സമയത്ത് വീഴാൻ തുടങ്ങി. തുടർന്ന് 2023 ഡിസംബർ ആയപ്പോഴേക്കും എൻ്റെ ബാലൻസ് തെറ്റാൻ തുടങ്ങി. എനിക്ക് നടക്കുമ്പോൾ ഞാൻ വീഴുക, വേച്ചു പോവുക, ബലമില്ല. അങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ എന്നോട് പലരും ഉപദേശിച്ചു, ഒരു കാര്യം പോയി ഒരു ന്യൂറോയെ കണ്ട് ഒരു MRI എടുത്ത് നോക്കാൻ പറഞ്ഞതനുസരിച്ച് തിരുവല്ല മെഡിക്കൽ മിഷനിൽ കടന്നുപോയി ആ ന്യൂറോയെ ഡോക്ടറെ കണ്ടു. അദ്ദേഹം അതിന് MRI എടുത്തു നോക്കിയപ്പോൾ എൻ്റെ നട്ടലിൻ്റെ അകത്ത് ഒരു ട്യൂമർ വളർന്നു നിൽക്കുന്നതായിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അപ്പം തന്നെ എൻ്റെ കഴുത്തെല്ലിന് നല്ല തേയ്മാനമുണ്ട്. അപ്പോൾ ഈ 2 വിഷയം ഉണ്ട് എന്നോട് പറയാനിടയായി തീർന്നു. അദ്ദേഹം പറഞ്ഞില്ല, ഈ MRI എടുത്തപ്പോൾ അതിൻ്റെ അകത്ത് ബോധ്യപ്പെട്ടു. അപ്പോൾ എന്നെപ്പോലെ എൻ്റെ സമപ്രായമായ ഒരു ഡോക്ടറായിരുന്നു, ഒരു വിശ്വാസി ഡോക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഒരു 3-4 ദിവസം ഒന്ന് അഡ്മിറ്റ് ആകേണ്ട ഒരു ആവശ്യമുണ്ട്, അങ്ങനെ അഡ്മിറ്റ് ആയാലേ ഇച്ചിരി ചികിത്സയുടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. അത് താമസിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ അഡ്മിറ്റായി തുടർ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടറിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞത് പുറത്തൊരു ചെറിയ നീർക്കെട്ട് പോലെ കാണുന്നതെന്നേ പറഞ്ഞുകൊണ്ട് വിഷയമൊന്നും എന്നോട് പറഞ്ഞില്ലായിരുന്നു. ഈ അഡ്മിറ്റായ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ, അന്ന് ഇതുപോലെ എന്നോട് പറഞ്ഞായിരുന്നല്ലോ, പുറത്തൊരു നീർക്കെട്ട് പോലെ, എന്താ വിഷയം? അപ്പോൾ അദ്ദേഹം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിൻ്റെ മുഖഭാവം എല്ലാം അങ്ങ് മാറി. അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ എൻ്റെ ഈ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി പ്രയാസം തോന്നിയായിരുന്നു. അങ്ങനെ അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, അന്ന് ഞാൻ നീർക്കെട്ടെന്ന് പറഞ്ഞ നീർക്കെട്ടല്ല, ഒരു ട്യൂമറാണ്. പക്ഷെ പേടിക്കാനൊന്നുമില്ല, അത് പക്ഷേ സർജറി ചെയ്തേ മാറത്തുള്ളൂ, അല്ലാതെ മരുന്ന് കൊണ്ട് മാറത്തില്ല. പിന്നെ കഴുത്തെല്ലിനും സർജറി ചെയ്തേ വെക്കും. അതുകൊണ്ട് നല്ല എവിടെയെങ്കിലും ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ള ഉപദേശത്തോടെ അങ്ങനെ 4 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു. ഒരു സർജറി ചെയ്യാനുള്ള താല്പര്യമൊന്നും ഇല്ലായിരുന്നു, പ്രത്യേകിച്ച് നട്ടെല്ലിനൊക്കെ ആയതുകൊണ്ട് ചെയ്യാനുള്ള താല്പര്യമില്ലാതെ ഞങ്ങൾ മുമ്പോട്ട് പോയി. ഹോമിയോയിൽ ഒക്കെ പോയി ട്രീറ്റ് ചെയ്തു. പക്ഷേ അവിടുന്നും ഒരു വിടുതൽ ഉണ്ടായില്ല. അങ്ങനെ എനിക്ക് ചുരുക്കമായി പറയാം, 2024 മെയ് മാസം 15-ാം തീയതി ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ സർജറി ചെയ്യാനിടയായി തീർന്നു. അതിന് മുമ്പ് തന്നെ വീണ്ടും കല്ലിശ്ശേരി ഹോസ്പിറ്റലിൽ കടന്നുപോയി അവിടെ അഡ്മിറ്റായി. അവിടെ ഇത് ഓപ്പറേഷൻ ചെയ്യാനുള്ള തീരുമാനത്തിലാണ് അവിടെ ചെന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഈ 2 സർജന്മാരുണ്ട്. 2 സർജന്മാരും അവർ പറയുന്നത്, ഈ ഓപ്പറേഷൻ ചെയ്താലും ചെയ്തില്ലേലും പാസ്റ്റർ നടക്കത്തില്ല, കിടപ്പിലായി പോകും, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തിട്ടും കാര്യമില്ല, ചെയ്തില്ലേലും കാര്യമില്ല. ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ 2 പേരും തുറന്നു പറഞ്ഞതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് അവിടെ ഓപ്പറേഷൻ ചെയ്യാൻ താല്പര്യമില്ലാതെ അവൾ 2 ഓപ്ഷൻ പറഞ്ഞു. ഒന്ന് വെല്ലൂര്, അല്ലെങ്കിൽ ഇൻഡോ അമേരിക്കൻ വൈക്കം. ഈ 2 ഓപ്ഷൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വൈക്കത്ത് കടന്നുപോയി. അവിടെ ഡോക്ടറെ കണ്ടു. അദ്ദേഹം സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സർജറിയുടെ തലേ ദിവസം ഈ ഡോക്ടർ വന്നിട്ട് ഞങ്ങളോട് പറയുകയാണ്, ഇത് സർജറി ചെയ്താലും നടക്കത്തില്ല. കാര്യം സോദരം, ഇത് ഇത്രയും സീരിയസ് ആയി പോയി. കഴുത്തല് വളരെ ഇതാണ്, തേയ്മാനമാണ്. നട്ടലിൻ്റെയും പ്രശ്നം അതുപോലെയാണ്, അതുകൊണ്ട് നടക്കത്തില്ല, കിടപ്പിലായി പോകും. അദ്ദേഹം എന്നോട് പറഞ്ഞത് കിടപ്പിലാകാതിരിക്കാൻ നോക്കാം, ഏതായാലും നടക്കത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം സർജറി എല്ലാം ക്രമീകരിച്ചു വെച്ചതായതുകൊണ്ട് നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. അങ്ങനെ പിറ്റേ ദിവസം സർജറി ചെയ്തു. 13 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 2 മേജർ സർജറി ഒരുപോലെ ചെയ്യാനിടയായി തീർന്നു. ആ സമയത്തും ഡോക്ടർ എന്നോട് പറഞ്ഞു, 2 സർജറി ഒന്നിച്ച് ചെയ്യുമ്പോൾ ഇച്ചിരി പ്രയാസമാകും, പാസ്റ്റർക്ക് സഫർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാകുമെന്നൊക്കെ എന്ന് പറഞ്ഞെങ്കിലും 2 ഓപ്പറേഷനിൽ 2 വിശ്രമം വേണമല്ലോ, ആ വിശ്രമം ഒന്നിച്ച് അങ്ങ് എടുക്കാമല്ലോ എന്നുള്ള എൻ്റെ ആ തീരുമാനത്തിൽ കാര്യങ്ങൾ ചെയ്തെങ്കിൽ തുടർന്ന് സർജറി കഴിഞ്ഞ് ഞാൻ ഒത്തിരി കഷ്ടപ്പെടാനിടയായി തീർന്നു. എൻ്റെ ഭാര്യ ഒത്തിരി കഷ്ടപ്പെട്ടു. അങ്ങനെ മുമ്പോട്ട് കടന്നുപോയി. ഞാൻ ചുരുക്കമായ വാക്കുകളിൽ പറഞ്ഞാൽ, ഇപ്പോഴും എനിക്ക് പൂർണ്ണമായ സൗഖ്യമായിട്ടില്ലെങ്കിലും എനിക്ക് ഇന്ന് ഞാൻ ജീവിക്കുന്നത് കൃപയാല.
എൻ്റെ ഈ കഴുത്ത് ഇവിടുന്ന് മൊത്തം ഓപ്പൺ ചെയ്താണ്, കൃത്രിമ ബോണ് വെച്ചാണ് ഞാനിന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ശബ്ദം കിട്ടാൻ സാധ്യതയില്ല, ശബ്ദം നിലയ്ക്കാൻ സാധ്യതയുണ്ട് ചെയ്താൽ, അതുപോലെ നടക്കാൻ സാധ്യതയില്ല, കിടപ്പിലാകാതിരിക്കാൻ നോക്കാം, വീൽ ചെയറിലെങ്കിലും ആക്കിത്തരാൻ നോക്കാമെന്ന് പറഞ്ഞ സ്ഥാനത്ത് കൃപയാൽ കർത്താവ് കിടപ്പിലാകാൻ ഇടയായി തീർന്നിട്ടില്ല. ഇന്നും നന്നായിട്ട് ബാലൻസ് ഒന്നുമില്ല, നടക്കുമ്പോൾ പ്രയാസമുണ്ട്, നടക്കാൻ ബുദ്ധിമുട്ടുമുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ആയിരിക്കുന്നതെല്ലാം ദൈവകൃപയാലാണ്. ആമേൻ. എനിക്ക് ഒരു 5 മിനിറ്റ് പോലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയത്തില്ല. ഇപ്പോഴും ഞാൻ നിൽക്കുന്നത് കർത്താവിനെ പ്രസംഗിക്കാൻ വേണ്ടി. അത് അരമണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ 1.25 മണിക്കൂറോ പ്രസംഗിക്കാൻ വേണ്ടി മാത്രമാണ് നിൽക്കാൻ എനിക്ക് കൃപ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ സഹോദരം, ഡ്രൈവ് ചെയ്യാൻ എനിക്ക് ബൈക്കൊന്നും ഓടിക്കാൻ പറ്റത്തില്ല, അതിന് കാലെ താങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കാറ് ഓടിക്കാൻ, എന്നെ പ്രാർത്ഥനയ്ക്ക് പോകാനും വരാനും ഒക്കെ കാർ ഓടിക്കാൻ കർത്താവ് ബലപ്പെടുത്തുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഇന്ന് ഞാൻ ആയിരിക്കുന്നത്, ഇന്ന് ഞാൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാ, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാ. ഞാനിപ്പോൾ ഒരു 2 വർഷമായിട്ട് സഭാചാർജില്ല. ആ ഒരു വിഷയം കൂടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കും. ഞാൻ ഈ സഭാചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നതായ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ ഭാര്യയോട് പലപ്പോഴും പറയാറുണ്ടായിരുന്നു, നമുക്ക് സഭാചാർജ് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞ സന്ദർഭമുണ്ട്. പക്ഷേ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് എനിക്ക് സഭാചാർജ് എടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. അങ്ങനെ 2 വർഷം ഞാൻ ഈ ഭവനത്തിൽ തന്നെ ആയിരിക്കുക. അങ്ങനെ ആയിരിക്കുന്നതായ സമയത്ത് ദൈവം ഇതുവരെയും അത്ഭുതകരമായി ദൈവം വഴി നടത്തി. എൻ്റെ വിശ്വാസം എനിക്ക് ഒത്തിരി വർദ്ധിപ്പിച്ച് കർത്താവ് തന്നു. എങ്ങനെ കാര്യങ്ങൾ നടക്കും, കുഞ്ഞുങ്ങൾ 2 പേരും പഠിക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ, വീട്ടു ചെലവ്, എല്ലാ കാര്യങ്ങളും ചിന്തിച്ചെങ്കിൽ ഇതുവരെയും ഇന്നുവരെയും ദൈവം ഒന്നിനും കുറവില്ലാതെ, സുഭിക്ഷമായിട്ടൊന്നും അല്ലെങ്കിലും ദൈവം അത്ഭുതകരമായിട്ട് ഇതുവരെയും നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ വിശ്വാസം, എൻ്റെ അവിശ്വാസം എനിക്ക് കർത്താവ് മാറ്റി തന്നു, വിശ്വാസം എനിക്ക് വർദ്ധിപ്പിച്ചു തരാനായിട്ട് ഇടയായിത്തീരുന്നു. ആമേൻ. ഇപ്പോൾ എനിക്ക് സഭാചാർജ് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വീടുകളിൽ പോകാൻ എനിക്ക് പറ്റത്തില്ല. കാര്യം എല്ലാ വീടുകളിലും വണ്ടി ചെല്ലുന്നിടമല്ലല്ലോ. തോടുള്ളടമൊക്കെ കാണാം. അങ്ങനെയുള്ളത് കൊണ്ട് സഭാചാർജ് എടുക്കാനായിട്ട് താല്പര്യപ്പെടും. പക്ഷേ ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഒരു കൂട്ടുവേലക്കാരന്, ഞാൻ താമസിക്കുന്നതിന് അടുത്തൊരു ചർച്ചുണ്ട്, അവിടെ കുഞ്ഞൊരു ചർച്ച. അപ്പോൾ ആ ചർച്ചിൽ അദ്ദേഹത്തിന് തുടരാനായിട്ട് സാധിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു അവധി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ താൽക്കാലികമായി പോയി അവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ ആ ദൈവമക്കളോട് പറഞ്ഞു, ദൈവമക്കളെ, എനിക്ക് നിങ്ങളുടെ വീടുകളിലൊന്നും വരാനുള്ള ആരോഗ്യവും ഒന്നുമില്ല, എനിക്ക് എൻ്റെ അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്ററുടെ അവസ്ഥ ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് വീടുകളിലൊന്നും വരണ്ട, ചർച്ചിൽ വന്ന് പ്രാർത്ഥന നടത്തിയാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് അവിടെ പോയി സഭയുടെ ചെറിയ കൂടിവരവിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം ഇതുവരെയും നടത്തി, തുടർന്നും കർത്താവ് നടത്തുവാൻ ശക്തനായ ദൈവമാ. അപ്പോൾ ഇന്ന് ഈ കേട്ട ഈ എൻ്റെ അനുഭവ സാക്ഷ്യം ആർക്കെങ്കിലും ഒരു പ്രയോജനമായി തീരുന്നെങ്കിൽ, വിശ്വാസമായി പരിണമിക്കുന്നെങ്കിൽ, അത് ദൈവനാമം മഹത്വത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇത് പറഞ്ഞതിൻ്റെ എല്ലാം ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. എൻ്റെ പുകഴ്ചയ്ക്കോ എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനോ ഒന്നുമല്ല. സർവശക്തനായ ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോട് മാത്രം ഞാൻ ഈ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നു. എന്നെ ഇതുവരെയും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അരോമ TV-യുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. നിങ്ങൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും പ്രതിസന്ധിയിൽ ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ, എന്നെ വിടുവിച്ച കർത്താവ്, എന്നെ സഹായിച്ച കർത്താവ്, ഇതുവരെയും നടത്തിയ കർത്താവ് മേലാലും നടത്തുവാൻ ശക്തനാണ്. ഞാൻ ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ. എൻ്റെ നല്ല പ്രായത്തിൽ ഞാൻ കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ ഇറങ്ങിയതാ. പക്ഷേ എന്നെ കർത്താവ് ഇതുവരെയും കൈവിട്ടില്ല. പലപ്പോഴും പലരും കൂടെ നിർത്തേണ്ടിയവരെ കരുതണ്ടിയ പലരും കരുതാതെ മാറി നിന്നപ്പോൾ എൻ്റെ ഓപ്പറേഷന് ഞാൻ അതുകൂടെ ഒന്ന് ഉറപ്പിക്കട്ടെ, ലക്ഷങ്ങൾ ചെലവഴിക്കണം. എൻ്റെ ഈ പൈസ ഇല്ലായിരുന്നു. പക്ഷെ എന്നെ ഒരിക്കലും അറിയാത്ത, ഞാൻ അറിയാത്ത അനേകര് ആ വിഷയങ്ങളിലൊക്കെ സാമ്പത്തികമായി സഹായിപ്പാൻ ഇടയായി തീർന്നു. ഇത്
ഞാൻ പറയട്ടെ, ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, നാം സേവിക്കുന്ന ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് ജീവിക്കുന്നു. അതുകൊണ്ട് ആമേൻ, നിങ്ങൾ സഹോദരം ഏതെങ്കിലും വിഷയങ്ങളിൽ ഭാരപ്പെടുന്നെങ്കിൽ സർവശക്തനായ ദൈവത്തിന് നിങ്ങളെ സഹായിപ്പാൻ കഴിയും, ശക്തീകരിക്കാൻ കഴിയും, ബലപ്പെടുത്തുവാൻ കഴിയും. ഹല്ലേലൂയ. എനിക്ക് കർത്താവ് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. ആമേൻ, ഞാൻ ഹല്ലേലൂയ ഇന്നും ഇങ്ങനെ ആയിരിക്കത്തില്ല. ആമേൻ, ഞാൻ മലകൾ കയറുന്നത് കർത്താവിനെ ആ നാളുകൾ അല്ലെങ്കിൽ ഈ രോഗം വരുന്ന സന്ദർഭത്തിൽ തന്നെ എന്നെ കാണിച്ചിട്ടുണ്ട്. ആമേൻ സഹോദരൻ, പിന്നെയും കർത്താവ് എന്നെ ഓടുവാൻ ബലപ്പെടുത്തും. കർത്താവിൻ്റെ സമയം വരെ ഞാൻ കാത്തിരിക്കുന്നു. ലോകവൈദ്യന്മാരുടെ അവരുടെ ട്രീറ്റ്മെന്റിലൊക്കെ പിഴവോ അല്ലെങ്കിൽ അതിൽ നിന്നും വിടുതൽ ലഭിച്ചില്ലെങ്കിലും നമ്മെ വീണ്ടെടുത്ത കർത്താവ് പരമവൈദ്യനാണ്. ആ പരമവൈദ്യനായ കർത്താവിൽ ഞാൻ പിന്നെയും ആശ്രയിക്കുന്നു. ആമേൻ സഹോദര, കർത്താവ് സഹായിക്കട്ടെ. അതുകൊണ്ട് എല്ലാ മാന്യ അരോമ ടിവിയുടെ പ്രേക്ഷകർക്കും ആമേൻ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഇതിനുവേണ്ടി ഇങ്ങനെ ഒരു സമയം എനിക്ക് അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസൻ ദാനിയേൽ ജോൺ അവറുകളോടും ആമേൻ നന്ദിയുണ്ട്. ആമേൻ, ഇതിലെല്ലാം ഉപരിയായി ആമേൻ ഇങ്ങനെ എനിക്ക് ഒരു ക്രമീകരണം ഒരുക്കി തന്ന സർവ വല്ലഭനായ കർത്താവിന്റെ സന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അരോമ ടി വിയിലുള്ള പ്രേക്ഷകരോട് ആമേൻ പങ്കുവയ്ക്കുവാൻ ഇങ്ങനെ ഒരു അവസരം കർത്താവ് ഒരുക്കിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ കേട്ട ഈ സാക്ഷ്യങ്ങൾ കർത്താവേ, അനേകരുടെ ജീവിതത്തിൽ രക്ഷയ്ക്ക് കാരണമായി തീരുവാൻ, രക്ഷയ്ക്കും നിത്യമായ കർത്താവെ സ്വർഗീയ അനുഭവത്തിനുമൊക്കെ അത് കാരണമായി തീരുവാൻ, ആരെങ്കിലും കർത്താവെ ക്ഷീണിച്ചിരിക്കുന്നെങ്കിൽ, വിശ്വാസത്തിൽ ആമേൻ കർത്താവെ ക്ഷീണത്തോടെ ആയിരിക്കുന്നെങ്കിൽ അവരുടെ ക്ഷീണങ്ങളൊക്കെ മാറി ആത്മാവിൽ ബലപ്പെട്ട് ആത്മസന്തോഷത്തോടെ മുന്നേറുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആമേൻ ഇങ്ങനെ ഒരു വേദി ഒരുക്കിയ അരോമ ടി വിയോടും ആമേൻ ആ പ്രിയപ്പെട്ടവരുമെല്ലാം കർത്താവ് പിന്നെയും അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ ദാസൻ പ്രിയ ദാനിയേൽ ജോൺ അവറുകളെ കർത്താവ് പിന്നെയും ശക്തീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈ മീഡിയ വഴി ആമേൻ അനേകരെ പിന്നെയും വിടുതൽ അനുഭവിപ്പാൻ, ദൈവകൃപ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവിൻ്റെ വരവെങ്കിൽ കർത്താവ് ഞങ്ങൾ ആരും കൈവിടപ്പെട്ടു പോകാൻ ഇടയാകാതെ എല്ലാവരും കർത്താവിന് സന്നിധിയിൽ കാണപ്പെടുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ശാശ്വത ഞങ്ങൾ ഏൽപ്പിക്കുന്നു. വരവിനായ ഒരു കണം പ്രത്യാശ കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറണമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പ്രിയ തോമസ് വർഗീസ് അവറുകൾ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച്, ദൈവം തന്ന അത്ഭുത വിടുതലുകളെക്കുറിച്ച്, ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ ടി വി ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്ത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. രോഗങ്ങൾ വിട്ടുമാറാതെ നിറഞ്ഞു നിന്ന വീട്ടിൽ നിന്നും ദൈവത്തിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായി ദൈവം ഒരുക്കിയെടുത്തതായ ആ അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല പാതകൾ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, ദൈവത്തിൻ്റെ കരസ്പർശനവും ദൈവം കൂടെ ഇരുന്നതായ വിധങ്ങളും ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഓർത്ത് പറയുവാനൊക്കെ കർത്താവ് സഹായിച്ചു. വളരെ ചെറുപ്പം മുതൽ തന്നെ ഒന്നിനു പുറകെ ഒന്ന് എന്ന നിലയിൽ പല രോഗങ്ങൾ പല നിലകളിലൂടെ പിന്തുടർന്നു. പിന്നീട് ഇങ്ങോട്ട് വ്യക്തിപരമായ ജീവിതത്തിലും തലമുറകളോടുള്ള ബന്ധത്തിലും കുടുംബത്തോടുള്ള ബന്ധത്തിലും ഒക്കെ പല രോഗങ്ങൾ, ഒരുപക്ഷെങ്കിൽ കേൾവിക്കാർക്ക് തോന്നാം, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് വിട്ടുമാറാതെ രോഗങ്ങളെ അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നു? മറുപടി ഒന്നേ ഉള്ളൂ. താൻ സ്നേഹിക്കുന്ന മക്കളെ കർത്താവ് ശിക്ഷിക്കുകയും കർത്താവിൻ്റെ പ്രത്യേക കാര്യപരിപാടിക്ക് വേണ്ടിയിട്ട് അവരെ ഒരുക്കിയെടുക്കുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ എന്ന് പറയുന്നത് അത് താൽക്കാലികമാണ്. എന്നാൽ നിത്യമായ രോഗത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ ആ തങ്കച്ചോരയാൽ നമുക്ക് വിടുതൽ തന്നിരിക്കുക. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മമണ്ഡലത്തിനും ആത്മശരീരത്തിനും സൗഖ്യമുണ്ട്. നശ്വരമായ ഈ ശരീരത്തിന് മാത്രമാണ് രോഗങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും വിശപ്പും ദാഹവും മരണവും ഒക്കെ ഉള്ളത്.
എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നിരിക്കുന്ന ആ വലിയ വിടുതലിന്റെ സാക്ഷ്യമാണ് ഓരോ സന്ദർഭത്തിലും നമുക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ ജീവിതത്തിൽ അനുഭവിച്ച കടന്നുപോയതായ ആ നല്ല അനുഭവങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതം ഒരു മൂർച്ചയുള്ള ഒരു ആയുധമായി നാം മാറ്റപ്പെടണമെങ്കിൽ, ഒരു ഇരുമ്പ് ആ തീയിൽ കിടന്ന് ആ തീയുടെ നിറമായെങ്കിൽ മാത്രമേ അത് അടിച്ച് രൂപപ്പെടുത്തി അതിനെ മൂർച്ചയുള്ള ഒരു ആയുധമാക്കി മാറ്റുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. കഷ്ടതയുടെ തീച്ചൂളയിലൂടെ കയറി ഇറങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ തീയുടെ അനുഭവം നമ്മുടെ ശരീരത്തിൽ നാം അനുഭവിക്കുമ്പോൾ അതിനും അപ്പുറത്ത് നാം മൂർച്ചയുള്ള അനേകർക്ക് വിടുതലിനും ആശ്വാസത്തിനും സൗഖ്യത്തിനും കാരണമാകുന്ന ഒരു സാക്ഷ്യം മറുവശത്ത് രൂപപ്പെടുകയാണ്. അത് വിടുതലിന്റെ സാക്ഷ്യമാണ്. അങ്ങനെ വിടുതലിന്റെ ഒരു സാക്ഷ്യം പറയുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ഒരുക്കിയത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വൈദ്യശാസ്ത്രപ്രകാരം ഒരുപക്ഷെങ്കിൽ ഒരു കിടപ്പ് രോഗിയായി മാറാമായിരുന്നു, നടക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാകാമായിരുന്നു. എന്നാൽ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ നമ്മെ കണ്ട, അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നമേ നമ്മെ തിരഞ്ഞെടുത്ത കർത്താവിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ട് ഒരു കിടപ്പ് രോഗിയായി, അല്ലെങ്കിൽ നടക്കാൻ കഴിയാത്ത ഒരു വൈകല്യമുള്ള ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മെ വിടാതെ ഇന്നും സൗഖ്യത്തോടെ എഴുന്നേറ്റ് നടക്കുവാൻ കർത്താവ് ദൈവദാസനെ ബലപ്പെടുത്തുന്നു. കുടുംബത്തെയും കർത്താവ് സൗഖ്യത്തോടെ സൂക്ഷിക്കുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കടന്നു വന്നതിനും വിലപ്പെട്ട സമയം വേർതിരിച്ചതിനും ദൈവദാസനോട് കുടുംബ അംഗങ്ങളുള്ളതായ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, കർത്താവിന്റെ നല്ല സാക്ഷ്യം പ്രസ്താവിപ്പാൻ ഏറെ അവസരങ്ങളെ കർത്താവ് ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ശ്രോതാക്കൾക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഈ സാക്ഷ്യം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ആമേൻ. aromamary.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.